Good morning dear students. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചിട്ടുള്ളത് പ്രീവിയസ് ഓണർ ആണെങ്കിൽ നമ്മൾ കമ്പ്യൂട്ടേഷൻ ഓഫ് ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറയുന്നത് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളതും അതുപോലെ തന്നെ സെക്ഷൻ 45-ൽ സ്പെഷ്യൽ കേസസ് ഡിഫറൻ്റ് ആയിട്ട് നമ്മൾ കമ്പ്യൂട്ടേഷൻ്റെ സമയത്ത് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളതും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ടതുണ്ട്. അതായത് സെക്ഷൻ 45-ൽ ഇൻകം ഫ്രം ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറയുന്നതിൻ്റെ കമ്പ്യൂട്ടേഷൻ ആസ് പെർ ഇൻകം ടാക്സ് ആക്ട് 1962 പ്രകാരം ഡിഫറൻ്റ് ആയിട്ട് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറയുന്നുണ്ട്. അതാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ ഡിസ്കസ് ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മളുടെ കമ്പ്യൂട്ടേഷൻ എന്ന് പറയുന്നത് ബിഫോർ 1/4/2001 ആഫ്റ്റർ 1/4/2001 നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അതുപോലെ തന്നെ അതിൽ ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ ആയാലും ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ആയാലും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഓൾമോസ്റ്റ് അങ്ങനെ പ്രോബ്ലം എന്ന് പറയാൻ ആദ്യത്തെ ഒരു പ്രീവിയസ് ഓണറിൻ്റെ ഒരു പ്രോബ്ലം മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം തിയറിയാണ്. തിയറി നിങ്ങൾ നോക്കേണ്ടത് പേജ് നമ്പർ 232-ൽ സ്പെഷ്യൽ കേസസ് ഇൻ സെക്ഷൻ 45 എന്ന് പറഞ്ഞിട്ടുണ്ട്. അതാണ് ഇന്നത്തെ ക്ലാസ്സിൽ പറയാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം തന്നെ പ്രീവിയസ് ഓണർ എന്ന് പറയുന്ന ഒരു പ്രീവിയസ് ഓണറുടെ കയ്യിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഒരു ക്യാപിറ്റൽ അസറ്റ് ആണെങ്കിൽ എങ്ങനെയാണ് കമ്പ്യൂട്ട് ചെയ്യുക എന്നുള്ളത് ആദ്യം നോക്കാം. ഒരു എക്സാമ്പിളും ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഞാൻ സ്പെഷ്യൽ സെക്ഷൻ 45-ലുള്ള സ്പെഷ്യൽ കേസസ് എന്ന് പറയുന്നത് ഡിസ്കസ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ പ്രോബ്ലം ഉണ്ട്. അപ്പോൾ എല്ലാവരും നോട്ടൊക്കെ എടുത്ത് കാൽക്കുലേറ്ററൊക്കെ അടുത്ത് വെച്ച് പഠിക്കാനായിട്ട് തയ്യാറായിട്ട് ഇരിക്കാം. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. പേജ് നമ്പർ 227 എടുക്കൂ. പേജ് നമ്പർ 227-ലാണ് കോസ്റ്റ് ടു പ്രീവിയസ് ഓണർ എന്ന് പറയുന്നത് നോട്ട് ചെയ്തിട്ടുള്ളത്. ഇറ്റ് ഷാൾ ബി ഡീം ടു ബി ദ കോസ്റ്റ് ഓഫ് എക്വിസിഷൻ. അതായത് പ്രീവിയസ് ഓണറുടെ കയ്യിൽ നിന്ന് കിട്ടിയിട്ടുള്ളതാണെന്നുണ്ടെങ്കിൽ അത് നമ്മൾ എന്തായിട്ട് പറയും? ഡീം ടു ബി ദ കോസ്റ്റ് ഓഫ് എക്വിസിഷൻ എന്നായിട്ടാണ് പറയുന്നത്. അതായത് എത്ര രൂപയ്ക്കാണോ നമ്മൾ വാങ്ങിയിട്ടുള്ളത് പ്രീവിയസ് ഓണർ, ആ വാല്യൂ തന്നെയാണ് കോസ്റ്റ് ഓഫ് എക്വിസിഷനായിട്ട് എടുക്കുക. അപ്പോൾ നമ്മൾ പറയുന്നത് എന്താണ്? ഇപ്പോൾ ചിലപ്പോൾ ബിൽപത്രം മൂലോ അല്ലെങ്കിൽ ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലിയിലെ പാർട്ടീഷൻ്റെ സമയത്തോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അസോസിയേഷൻ ഓഫ് പേഴ്സണിൽ നിന്നോ അല്ലെങ്കിൽ ബോഡി ഓഫ് ഇൻഡിവിജ്വൽസിൽ നിന്നോ നമുക്ക് ഏതെങ്കിലും ഒരു അസറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിലാണ് ഈ പ്രീവിയസ് ഓണർ എന്ന് പറയുന്നത് വന്നിട്ടുള്ളത്. വിത്തൗട്ട് എനി കൺസിഡറേഷൻ നമുക്ക് കിട്ടുകയാണെങ്കിൽ ഗിഫ്റ്റായിട്ടോ അല്ലെങ്കിൽ വില്ലായിട്ടോ കിട്ടുകയാണെങ്കിലാണ് ഒരു പ്രീവിയസ് ഓണർ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് വരുന്നത്. അപ്പോൾ ഈ പ്രീവിയസ് ഓണറിൻ്റെ കാൽക്കുലേഷൻ വരുമ്പോൾ നമ്മുടെ കോസ്റ്റ് ഓഫ് എക്വിസിഷൻ എന്ന് പറയുന്നത് പ്രീവിയസ് ഓണർ എത്ര രൂപയ്ക്കാണോ വാങ്ങിയിട്ടുള്ളത് ആ എമൗണ്ട് തന്നെയാണ് കോസ്റ്റ് ഓഫ് എക്വിസിഷനായിട്ട് എടുക്കാം. അപ്പോൾ ഒരു എക്സാമ്പിൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചും കൂടി മനസ്സിലാവുമെന്ന് എനിക്ക് തോന്നുന്നു. Mrs. Chauba acquired jewellery in 2004-2005 for rupees 5 lakh. She gifted the jewellery to her son in May 2006. Her son sold the jewellery in January 2020 for rupees 23 lakh. Compute capital gain if CII in 2004-2005 is 130. അപ്പോൾ 2004-2005 വാങ്ങിയിട്ടുള്ള ജ്വല്ലറിയാണ് ശോഭയുടെ മകന് കൊടുത്തിട്ടുള്ളത് മെയ് 2006-നാണ്. മെയ് 2006-ന് ശോഭയുടെ മകന് കിട്ടിയ സ്വർണം എന്നാണ് അയാൾ വിറ്റിട്ടുള്ളത്? 2020-ലേ വിറ്റിട്ടുള്ളൂ. അപ്പം നമുക്ക് 36 മാസത്തിൽ കൂടുതൽ അദ്ദേഹം ഹോൾഡ് ചെയ്തിട്ടുള്ളത് കൊണ്ട് അത് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ആണ് അല്ലേ? ഈ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ ഇൻഡെക്സ്ഡ് വാല്യൂ നമുക്ക് കൺസിഡർ ചെയ്യണം എന്നുള്ളത് നമുക്കറിയാം. ഇതിൻ്റെ ബേസിസിലാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇവിടെ കൺസിഡറേഷൻ എന്ന് പറയുന്നത് 23 ലക്ഷമാണ്. അവിടെ റിലേറ്റഡ് എക്സ്പെൻസ് ഒന്നുമില്ല. അപ്പോൾ കൺസിഡറേഷൻ തന്നെ ആണെന്ന് പറയുന്നത് തന്നെയാണ് നെറ്റ് കൺസിഡറേഷനും. ഇനി ഇൻഡെക്സ്ഡ് കോസ്റ്റ് എന്ന് പറയുന്നത് 5 ലക്ഷം രൂപയ്ക്കാണ് ശോഭ വാങ്ങിയിട്ടുള്ളത്. ഇദ്ദേഹം ഒരു കൺസിഡറേഷനും കൊടുത്തിട്ടില്ല. ശോഭയുടെ കയ്യിൽ നിന്ന് കിട്ടിയിട്ടുള്ളതാണ് മകന്. ഈ മകനാണ് വിൽക്കുന്നത്. അപ്പോൾ എത്ര രൂപയ്ക്കാണോ അമ്മ വാങ്ങിയിട്ടുള്ളത് ആ വില തന്നെയാണ് കോസ്റ്റ് ഓഫ് എക്വിസിഷനായിട്ട് എടുക്കുക.
അപ്പോൾ 5 ലക്ഷം രൂപയുടെ ഇൻഡെക്സ്ഡ് വാല്യൂ കണ്ടെത്താനായിട്ട് വിറ്റത് ജാനുവരി 2020 എന്ന് പറയുമ്പോൾ ഏത് വർഷത്തെ CII ആണ് നമ്മൾ നോക്കേണ്ടത്? 2019-2020 എന്ന് പറയുന്ന 289 രൂപയാണ് നമ്മളുടെ ഇൻഡെക്സേഷൻ റേറ്റ് എന്ന് പറയുന്നത്. അത് നമ്മൾ ന്യൂമറേറ്ററിലെടുക്കും. ഡിനോമിനേറ്ററിൽ ഏതാണ് വരുന്നത്? ഏത് വർഷമാണോ കൈമാറ്റം ചെയ്ത് കിട്ടിയിട്ടുള്ളത്, അതായത് 2004-2005 വാങ്ങിയ വിലയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് മെയ് 2006 എന്ന് പറയുന്നതിന് പ്രാധാന്യമില്ല. അപ്പോൾ 2004-2005 ഇൻഡെക്സ് റേറ്റ് എന്ന് പറയുന്നത് 113 ആണ്. അപ്പോൾ ഇൻഡെക്സ്ഡ് വാല്യൂ കണ്ടെത്താനായിട്ട് 5 ലക്ഷം ഇൻറ്റു 289 ഡിവൈഡ് ബൈ 113 എന്ന് പറയുന്നത് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക എല്ലാവരും. അവനവൻ്റെ കാൽക്കുലേറ്ററിലൊന്ന് അടിച്ചു നോക്കുക. 5 ലക്ഷം ഇൻറ്റു 289 ഡിവൈഡ് ബൈ 113. അപ്പോൾ 12,78,761 രൂപ കിട്ടും. ഇത് നമ്മുടെ കൺസിഡറേഷൻ വാല്യൂ 23 ലക്ഷത്തിൽ നിന്ന് ഡിഡക്റ്റ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ. അത് 10,21,239 രൂപ കിട്ടും. അപ്പോൾ കോസ്റ്റ് ഓഫ് പ്രീവിയസ് ഓണർ ആണെങ്കിൽ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്നുള്ളത് ഏകദേശം മനസ്സിലായില്ലേ? ഇതൊന്നും കൂടി ക്ലിയർ ആവാൻ വേണ്ടിയിട്ട് സാധാരണ പരീക്ഷയ്ക്ക് ചിലപ്പോഴൊക്കെ വരാവുന്ന ഒരു ചോദ്യമാണ്. അതുകൊണ്ട് തന്നെ ഒരു പ്രോബ്ലം കൂടി ഞാൻ ഡിസ്കസ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട്. ആ പേജിൽ തന്നെ മിസ്റ്റർ വർഗീസ് എക്വയർഡ് എ ഹൗസ് പ്രോപ്പർട്ടി ഇൻ 1997 അറ്റ് എ കോസ്റ്റ് ഓഫ് ₹1,30,000. ഇറ്റ്സ് എ ഫെയർ മാർക്കറ്റ് വാല്യൂ ഓൺ 1/4/2001 was ₹2 lakh. In June 2006, he transferred the property under a will to his daughter, Mrs. Valsa. In June 2019, she sold the property for ₹2,70,000. Compute capital gain, assuming that Mrs. Valsa spent ₹1,50,000 on its improvement in December 2008 and CII 2008-2009 equal to 137. ഇത്രയാണ് നമുക്ക് തന്നിട്ടുള്ളത്. ഒരു നോട്ടും കൂടി തന്നിട്ടുണ്ട്. കോസ്റ്റ് ഓഫ് എക്വിസിഷൻ വി വിൽ ടേക്ക് ആസ് ഫെയർ മാർക്കറ്റ് വാല്യൂ ഓൺ 1/4/2001. ദാറ്റ് ഈസ് ബിഫോർ 1/4/2001 ഈസ് ദ എക്വിസിഷൻ പീരീഡ്. അപ്പം നമ്മുടെ പ്രോബ്ലത്തിൽ നിങ്ങൾക്ക് എന്തൊക്കെയാണ് മനസ്സിലായിട്ടുള്ളത്? മിസ്റ്റർ വർഗീസിൻ്റെ കയ്യിൽ നിന്നാണ് മകൾക്ക് വില്ല് പ്രകാരം ആ പ്രോപ്പർട്ടി വന്നു ചേർന്നിട്ടുള്ളത്. ആ പ്രോപ്പർട്ടി കിട്ടിയതിന് ശേഷം മിസ്സിസ് വത്സ എന്ത് ചെയ്തിട്ടുണ്ട്? അതിൽ റിനോവേഷൻ വരുത്തിയിട്ട് ഇംപ്രൂവ്മെൻറ്റ് വരുത്തിയതിന് ശേഷമാണ് വിറ്റിട്ടുള്ളത്. അപ്പം നമുക്ക് കോസ്റ്റ് ഓഫ് എക്വിസിഷനും ഇൻഡെക്സേഷൻ ചെയ്യണം. അതുപോലെ തന്നെ കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെൻറ്റും ഇൻഡെക്സ്ഡ് വാല്യൂ കണ്ടെത്തേണ്ടതുണ്ട്. അതിനുശേഷം മാത്രമേ നമുക്ക് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ കണ്ടുപിടിക്കാനായിട്ട് സാധിക്കുള്ളൂ. 36 മാസത്തിനേക്കാൾ കൂടുതലായിട്ട് മിസ്സിസ് വത്സ ഹോൾഡ് ചെയ്തിട്ടുള്ളത് കൊണ്ട് അതെന്താണ്? അത് ലോങ് ടേം ക്യാപിറ്റൽ അസറ്റ് ആണ്. അതുകൊണ്ട് അതിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഗെയിൻ എന്ന് പറയുന്നത് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ആയിട്ടാണ് നമ്മൾ കണക്കിലെടുക്കുന്നത്. അപ്പം നമുക്ക് വീണ്ടും നോക്കാം. ഞാൻ പറയുന്ന പോയിന്റുകൾ ടെക്സ്റ്റിൽ ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കുക. Mr. Varghese acquired a house property in 1997 at a cost of ₹1,30,000. അപ്പോൾ 1997 വാങ്ങിയത് കൊണ്ട് നമ്മൾ എന്താണ് എടുക്കുന്നത്? ഫെയർ മാർക്കറ്റ് വാല്യൂയും കൂടി നോക്കിയിട്ട് ഏതാണോ ഹയസ്റ്റ് അതാണ് നമ്മൾ എടുക്കുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ 1,30,000 എന്ന് പറയുന്നത് 1997 വർഗീസ് വാങ്ങിയിട്ടുള്ള എമൗണ്ട് ആണ്. പക്ഷേ ഫെയർ മാർക്കറ്റ് വാല്യൂ എന്ന് പറയുന്നത് എത്ര രൂപയാണെന്ന് ഇവിടെ തന്നിട്ടുണ്ട്? 1/4/2001 2 ലക്ഷമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 1/4/2001 എന്ന് പറയുന്നത് നമ്മളുടെ കട്ട് ഓഫ് പീരീഡാണ്. അതായത് ബിഫോർ 1/4/2001 വേറെ കാൽക്കുലേഷനും ആഫ്റ്റർ 1/4/2001 വേറെ കാൽക്കുലേഷനാണ്. ഇവിടെ എന്ന് പറയുന്നത് 1997 വാങ്ങിയിട്ടുള്ള ഒരു പ്രോപ്പർട്ടി ആയതുകൊണ്ട് ബിഫോർ 1/4/2001 ആണ്. അപ്പോൾ നമ്മൾ എടുക്കുന്നത് കോസ്റ്റ് ഓഫ് എക്വിസിഷൻ ആണോ ഫെയർ മാർക്കറ്റ് വാല്യൂ ആണോ വിച്ച് ഈസ് ദ ഹയസ്റ്റ്, അത് നമ്മൾ എടുക്കും. അതുകൊണ്ട് തന്നെ കോസ്റ്റ് ഓഫ് എക്വിസിഷൻ എന്ന് പറയുന്നത് നമ്മൾ എടുക്കുന്നത് എത്ര രൂപയ്ക്കാണ്? 2 ലക്ഷം രൂപയ്ക്കാണ്. ഇനി 2006 മിസ്റ്റർ വർഗീസ് എന്ത് ചെയ്തിട്ടുള്ളത്? അദ്ദേഹത്തിൻ്റെ മകൾക്ക് ഈ പ്രോപ്പർട്ടി ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അവിടെ കൺസിഡറേഷൻ ഒന്നുമില്ല. അതായത് വിൽപത്രം പ്രകാരമാണ് വർഗീസിൻ്റെ പ്രോപ്പർട്ടി ആർക്ക് വന്നു ചേർന്നിട്ടുള്ളത്? മിസ്സിസ് വത്സയ്ക്ക് വന്നു ചേർന്നിട്ടുള്ളത്.
ഇനി അവരെന്ത് ചെയ്തിട്ടുണ്ട്? ജൂൺ 2019 ഷീ സോൾഡ് ദ പ്രോപ്പർട്ടി ഫോർ റുപ്പീസ് 2,70,000. കൺസിഡറേഷൻ എന്ന് പറയുന്നത് 2,70,000 ആണ്. ഈ 2,70,000 നിന്നാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? നെറ്റ് കൺസിഡറേഷൻ എന്ന് പറയുന്നത് 27 ലക്ഷമാണ്. ഈ 27 ലക്ഷത്തിൽ നിന്നാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? നമ്മളുടെ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറയുന്നത് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത് ഈ 27 ലക്ഷത്തമ്മളാണ്. 27 ലക്ഷത്തിൽ ഇവരെന്ത് ചെയ്തിട്ടുണ്ട്? ക്യാപിറ്റൽ ഗെയിൻ അസ്യൂമിങ് ദാറ്റ് മിസ്സിസ് വത്സ സ്പെൻഡ് റുപ്പീസ് 1,50,000, 1,50,000 ഇംപ്രൂവ്മെൻറ്റും വരുത്തിയിട്ടുണ്ട്. അപ്പോൾ നെറ്റ് കൺസിഡറേഷൻ എന്ന് പറയുന്ന 27 ലക്ഷത്തിൽ നിന്ന് എന്താണ് നമ്മൾ ഡിഡക്റ്റ് ചെയ്യേണ്ടത്? ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ, ദാറ്റ് ഈസ് ICOAയും ഡിഡക്റ്റ് ചെയ്യണം, ICOI അതായത് ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെൻറ്റും ഡിഡക്റ്റ് ചെയ്യണം. അപ്പോൾ ആദ്യം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് എക്വിസിഷൻ ആണ്. ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് എക്വിസിഷൻ കണ്ടുപിടിക്കാനായിട്ട് ഫെയർ മാർക്കറ്റ് വാല്യൂ ആയിട്ടുള്ള ഹയസ്റ്റ് ഫിഗറാണ് നമ്മൾ എടുക്കുക എന്നുള്ളത് നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ എല്ലാവരും അവനവൻ്റെ കാൽക്കുലേറ്ററിൽ 2 ലക്ഷം ഇൻറ്റു വിറ്റത് ഏത് വർഷമാണ്? ജൂൺ 2019 ആയതുകൊണ്ട് നമ്മൾ എടുക്കുന്നത് 2019-2020 ആണ്. അതിൻ്റെ CII എന്ന് പറയുന്നത് 289 നമുക്ക് അറിയാവുന്നതാണ്. ഇനി നമ്മളുടെ ബേസ് ഇയർ എന്ന് പറയുന്നത് 1/4/2001 മുമ്പായതുകൊണ്ട് 1/4/2001 CII എന്ന് പറയുന്ന 100 രൂപയാണ് എടുക്കുന്നത്. അപ്പോൾ 2 ലക്ഷം ഇൻറ്റു 289 ഡിവൈഡ് ബൈ 100. അപ്പോൾ കാൽക്കുലേറ്ററിൽ അടിക്കുമ്പോൾ നിങ്ങൾക്ക് എത്ര രൂപ കിട്ടി? 5,78,000 രൂപ കിട്ടിയിട്ടുണ്ട്. ഇനി ഇതുപോലെ തന്നെ ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെൻറ്റ് ചെയ്യണം. ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെൻറ്റ് ചെയ്യാനായിട്ട് 1,50,000 ഇൻറ്റു ട്രാൻസ്ഫർ ചെയ്ത ഇയർ എന്ന് പറയുന്നത് 19-20 ആണ്. അതിൻ്റെ ഇൻഡെക്സേഷൻ റേറ്റ് എന്ന് പറയുന്നത് 289 ആണ്. ഡിവൈഡഡ് ബൈ ഏത് വർഷമാണ് അവർ മാറ്റം വരുത്തിയിട്ടുള്ളത്, ഇംപ്രൂവ്മെൻറ്റ് വരുത്തിയിട്ടുള്ളത്? ഡിസംബർ 2008 ആണ്. ഡിസംബർ 2008 പ്രീവിയസ് ഇയർ എന്ന് പറയുന്നത് 2008-2009 ആണ്. 2008-2009 ഇൻഡെക്സ് വാല്യൂ എന്ന് പറയുന്നത് 137 ആണ്. അപ്പോൾ നമുക്ക് ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെൻറ്റ് കണ്ടുപിടിക്കാനായിട്ട് 1,50,000 ഇൻറ്റു 289 ഡിവൈഡ് ബൈ 137. എല്ലാവരും കാൽക്കുലേറ്ററിലൊന്ന് അടിച്ചു നോക്കൂ. 1,50,000 ഇൻറ്റു 289 ഡിവൈഡ് ബൈ 137. അപ്പോൾ എല്ലാവർക്കും 3,16,423 കിട്ടിയില്ലേ? ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഡിഡക്റ്റ് ചെയ്യേണ്ട 2 തുകകൾ ICOAയും ICOIയും കൂടിയിട്ട് ആഡ് ചെയ്യുക. അതായത് 5,78,000 പ്ലസ് 3,16,423. എത്ര രൂപ കിട്ടിയിട്ടുണ്ട്? 5,78,000 പ്ലസ് 3,16,423 എന്ന് പറയുമ്പോൾ 8,94,423 കിട്ടും. ഇതാണ് നമ്മുടെ നെറ്റ് കൺസിഡറേഷൻ ആയിട്ടുള്ള 27 ലക്ഷത്തിൽ നിന്ന് ഡിഡക്റ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറയുന്നത് 27 ലക്ഷം മൈനസ് 8,94,423. കാൽക്കുലേറ്ററിലൊന്ന് അടിച്ചു നോക്കൂ. 27 ലക്ഷം മൈനസ് 8,94,423. അപ്പോൾ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ എത്ര കിട്ടി? 18,05,577. അതാണ് മിസ്റ്റർ വർഗീസിൻ്റെ കയ്യിൽ നിന്ന് മിസ്സിസ് വത്സയ്ക്ക് വന്നു ചേർന്നിട്ടുള്ള പ്രോപ്പർട്ടിയുടെ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറയുന്നത്. എല്ലാവർക്കും കിട്ടിയിട്ടില്ലേ? 18,05,577. ഓക്കെ, ക്ലിയർ അല്ലേ? ഇനി നെക്സ്റ്റ് ഞാൻ പറയാൻ പോകുന്നത്, ഞാൻ നേരത്തെ ഇൻട്രഡക്ഷൻ സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, സ്പെഷ്യൽ ടേംസ് റിലേറ്റഡ് ടു സെക്ഷൻ 45 എന്ന് പറയുന്നതാണ്. ഈ സെക്ഷൻ 45 എന്ന് പറയുന്നത് റിലേറ്റഡ് ടു ദ ടേം ട്രാൻസ്ഫർ. അപ്പോൾ ആദ്യം നമ്മൾ നോക്കേണ്ടത് വാട്ട് ഈസ് ദ മീനിങ് ഓഫ് എക്സ്പെൻഡിച്ചർ ഓൺ ട്രാൻസ്ഫർ. സെക്ഷൻ 45 സ്പെഷ്യൽ കേസസിൽ പറയുന്നത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് എക്സ്പെൻഡിച്ചർ ആണ്.
അപ്പോൾ ഇവിടെ എക്സ്പെൻഡിച്ചർ ഓൺ ട്രാൻസ്ഫർ എന്താണെന്നാണ് നമ്മൾ ആദ്യം പഠിക്കേണ്ടത്. ഓൾറെഡി നമ്മൾ പലപ്പോഴായിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. പറയുമ്പോഴൊക്കെ ഞാൻ പറഞ്ഞു റിലേറ്റഡ് എക്സ്പെൻഡിച്ചർ ഏതൊക്കെയാണ് വരുന്നത്? ബ്രോക്കറേജ് ആവാം, കമ്മീഷണർ ആയിരിക്കാം, ടാക്സുകളായിരിക്കാം, ലൈസൻസ് ആയിരിക്കാം, അതെല്ലാം റിലേറ്റഡ് എക്സ്പെൻഡിച്ചർ ആണ് അല്ലേ? ഇവിടെ വാട്ട് ഈസ് ദ മീനിങ് ഓഫ് എക്സ്പെൻഡിച്ചർ ഓൺ ട്രാൻസ്ഫർ എന്ന് പറയുന്നത് 2 മാർക്കിൻ്റെ ചോദ്യം വരാവുന്നതാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ ഈ സ്ലൈഡിൽ മീനിങ് നോട്ട് ചെയ്തിട്ടുള്ളത്. എക്സ്പെൻഡിച്ചർ ഇൻകേർഡ് ഓൺലി ഓർ എക്സ്ക്ലൂസീവ്ലി ഇൻ കണക്ഷൻ വിത്ത് ട്രാൻസ്ഫർ ഓഫ് ക്യാപിറ്റൽ അസറ്റ് ഈസ് ഡിഡക്റ്റബിൾ ഫ്രം ഫുൾ വാല്യൂ ഓഫ് കൺസിഡറേഷൻ. നമുക്ക് നെറ്റ് കൺസിഡറേഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എക്സ്പെൻഡിച്ചർ ഓൺ ട്രാൻസ്ഫർ എന്ന് പറയുന്നത് നമ്മുടെ ഫുൾ വാല്യൂ ഓഫ് കൺസിഡറേഷൻ FVOC ഫുൾ വാല്യൂ ഓഫ് കൺസിഡറേഷൻ നിന്ന് നമ്മൾ ഡിഡക്റ്റ് ചെയ്യുന്നത്. This means expenditure incurred which is necessary to effect the transfer like brokerage, commission, cost of stamp, registration fees and all. അപ്പോൾ എന്താണ് മീനിങ് ഓഫ് എക്സ്പെൻഡിച്ചർ ഓൺ ട്രാൻസ്ഫർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടാമത്തെ സെൻറ്റൻസ് ആണ് നിങ്ങൾ നോട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ടെക്സ്റ്റിലോ അല്ലെങ്കിൽ നോട്ട്ബുക്കിലോ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. എക്സ്പെൻഡിച്ചർ ഓൺ ട്രാൻസ്ഫർ മീൻസ് എക്സ്പെൻഡിച്ചർ ഇൻകേർഡ് which is necessary to effect the transfer like brokerage, commission, cost of stamp, registration fees and all. Brokerage ഉണ്ടായിരിക്കാം, കമ്മീഷൻ ഉണ്ടായിരിക്കാം, സ്റ്റാമ്പ് ഫീസ് ഉണ്ടായിരിക്കാം, രജിസ്ട്രേഷൻ ഫീസ് ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ എല്ലാതും ഉണ്ടായിരിക്കാം. ഇതെല്ലാം ചേർന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? എക്സ്പെൻഡിച്ചർ ഓൺ ട്രാൻസ്ഫർ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പോൾ എക്സ്പെൻഡിച്ചർ ഓൺ ട്രാൻസ്ഫർ എന്ന് പറയുന്നത് എല്ലാവരും നോട്ട് ചെയ്തിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അത് 2 മാർക്കിൻ്റെ ചോദ്യം വരാവുന്നതാണ്. അതൊന്ന് പഠിച്ചു വെക്കാനായിട്ട് ശ്രമിക്കാം. ഇനി നമ്മുടെ സ്പെഷ്യൽ കേസിലെ ഫസ്റ്റ് ആയിട്ടുള്ള സെക്ഷൻ 45(1)(a) ആണ് ഞാൻ പറയുന്നത്. സെക്ഷൻ 45(1)(a) എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഷുറൻസ് ക്ലെയിം നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിനെ റിലേറ്റഡ് ആയിട്ട് കമ്പ്യൂട്ടേഷൻ ഓഫ് ഗെയിൻ എന്ന് പറയുന്നത് നമ്മൾ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും എന്നുള്ളതാണ് സെക്ഷൻ 45(1)(a) പറയുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. സെക്ഷൻ 45(1)(a) എന്ന് പറയുന്നത് എല്ലാവരും നോക്കേണ്ടത് പേജ് നമ്പർ 232 ഈ പോയിന്റ്സ് എല്ലാം നോട്ട് ചെയ്തിട്ടുള്ളത്. എല്ലാവരും പേജ് നമ്പർ 232 എടുത്തിട്ട് അതിൽ നോട്ട് ചെയ്യുക. ഇതിലെല്ലാ കാര്യങ്ങളും നിങ്ങളുടെ നോട്ട്ബുക്കിൽ ടെക്സ്റ്റ് ബുക്കിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് താല്പര്യമുള്ള കുട്ടികൾ നോട്ട്ബുക്കിൽ എഴുതിയെടുക്കുക. അല്ലാത്തവർ ലെക്ചർ നോട്ട് എഴുതിയെടുത്താലും വിരോധമില്ല. അല്ലെങ്കിൽ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഡീറ്റെയിൽ ആയിട്ട് നോട്ട്ബുക്കിൽ നോട്ട് എഴുതിയെടുക്കാൻ നോക്കുക. ടെക്സ്റ്റ് ബുക്കിലുള്ളതിനേക്കാളും ഇലാബറേറ്റ് ചെയ്തിട്ട് ക്ലാസ്സിൽ ഞാൻ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ സെക്ഷൻ 45(1)(a) എന്ന് പറയുന്നത് ക്യാപിറ്റൽ ഗെയിൻസ് ഓൺ ഇൻഷുറൻസ് ക്ലെയിം. ഇൻഷുറൻസ് ക്ലെയിമുമായി നിന്ന് ക്യാപിറ്റൽ ഗെയിൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ, അപ്പോൾ എപ്പോഴാണ് നമുക്ക് ഇൻഷുറൻസ് ക്ലെയിം കിട്ടുന്നത്? നമുക്ക് എന്തെങ്കിലും ഒരു ഡാമേജ് വന്നു. ഈ ഡാമേജ് എന്തുമായിട്ട് ബന്ധപ്പെട്ടതായിരിക്കാം? ചിലപ്പോൾ ഫയർ ആയിരിക്കാം, ചിലപ്പോൾ നേച്ചുറൽ കലാമിറ്റി ആയിരിക്കാം, ചിലപ്പോൾ അറ്റാക്കിംഗ് ആയിരിക്കാം, ചിലപ്പോൾ സിവിൽ റൂൾസിൻ്റെ മാറ്റം കൊണ്ടായിരിക്കാം. ഒരു ഡാമേജ് അല്ലെങ്കിൽ ഒരു നഷ്ടം വന്നിട്ട് അതിൽ നിന്ന് ഇൻഷുറൻസ് പോളിസി എടുത്തതിൻ്റെ ബേസിസിൽ ഒരു ക്ലെയിം കിട്ടുകയാണെങ്കിൽ വരുന്ന ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറയുന്നതാണ് സെക്ഷൻ 45 സബ്സെക്ഷൻ 1(a) ഡിസ്കസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ തരുന്നത്. ഓക്കെ, അപ്പോൾ സെക്ഷൻ 45(1)(a) എന്ന് പറയുന്നത് വേർ എനി പേഴ്സൺ റിസീവ്സ് അറ്റ് എനി ടൈം ഡ്യൂറിങ് ദ ഇയർ എനി മണി ഓർ അതർ അസറ്റ്സ് under an insurance from an insurer on account of damage to or destruction of any capital asset as a result of flood, typhoon, hurricane, cyclone, earthquake, etc., riot or civil disturbance, accidental fire or explosion, action taken by an enemy or action taken in combating an enemy, then any capital gains arising from the receipt of such money or other assets shall be chargeable to tax. അപ്പോൾ ഇവിടെ പറയുന്നത് ആർക്കായിരിക്കണം കിട്ടിയിരിക്കുന്നത്? ക്ലെയിം കിട്ടിയിട്ടുള്ളത് ഒരു ഇൻഷുറൻസ് കമ്പനിയിൽ നിന്ന് ക്ലെയിം കിട്ടിയിട്ടുള്ള ആരാണോ അവരാണ് ഈ സെക്ഷൻ 45(1)(a) വരുന്ന ഒരു SSC എന്ന് പറയുന്നത്. അവർക്ക് ഒരു ഇൻഷുറൻസ് ക്ലെയിം എന്ന് പറയുന്നത് പൈസയായിട്ടോ അല്ലെങ്കിൽ ഒരു അസറ്റായിട്ടോ ആയിരിക്കണം കിട്ടിയിട്ടുള്ളത്.
അതിൻ്റെ ആ ഇൻഷുറൻസ് ക്ലെയിം കിട്ടാനുള്ള കാരണം എന്ന് പറയുന്നത് ഡാമേജോ അല്ലെങ്കിൽ ഡിസ്ട്രക്ഷനോ ആയിരിക്കാം. അത് ആ വരുന്ന അസറ്റ് എന്ന് പറയുന്നത് ഒരു ക്യാപിറ്റൽ അസറ്റ് ആയിരിക്കണം. ഇനി ഇതിൻ്റെ റീസൺ എന്ന് പറയുന്നത്, അതായത് ഡാമേജ് ഓർ ഡിസ്ട്രക്ഷൻ എന്ന് പറയുന്നത് റീസൺ എന്തൊക്കെയായിരിക്കാം? ഫ്ലഡ്, ടൈഫോൺ, ഹരിക്കെയിൻ, സൈക്ലോൺ, എർത്തുക്വേക്ക്. പ്രളയമായിരിക്കാം, അല്ലെങ്കിൽ കൊടുങ്കാറ്റായിരിക്കാം, ഭൂചലനമായിരിക്കാം, ഭൂകമ്പമായിരിക്കാം. ഈ ചില കാരണങ്ങൾ കൊണ്ടായിരിക്കാം. അതുപോലെ തന്നെ റൈറ്റ് ഓർ സിവിൽ ഡിസ്റ്റർബൻസ്, നമുക്ക് ഏതെങ്കിലും ഒരു തരത്തിലുള്ള സിവിൽ അറ്റാക്ക് കൊണ്ടോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രകോപനം കൊണ്ടോ നമുക്ക് നഷ്ടം വന്നിട്ടുണ്ടായിരിക്കാം. ആക്സിഡൻ്റൽ ഫയർ ഓർ എക്സ്പ്ലോഷൻ, തീപിടുത്തം മൂലമോ അല്ലെങ്കിൽ ഒരു എക്സ്പ്ലോഷൻ മൂലം നമുക്ക് എന്തെങ്കിലും ഒരു അപകടം മൂലം നമുക്ക് നഷ്ടമുണ്ടായിട്ടുണ്ടായിരിക്കാം. ആക്ഷൻ ടേക്കൺ ബൈ എൻ എനിമി ഓർ ആക്ഷൻ ടേക്കൺ ഇൻ കമ്പാറ്റിംഗ് ആൻ എനിമി, ഒരു ശത്രുക്കളുടെ ഒരു ആക്രമണം മൂലം നമുക്ക് നഷ്ടം വന്നിട്ടുണ്ടായിരിക്കാം. Then any capital gains arising from the receipt of such money or other asset shall be chargeable to tax. ഈ കാരണങ്ങൾ കൊണ്ട് നമുക്ക് എന്തെങ്കിലും ക്യാപിറ്റൽ ഗെയിൻ കിട്ടുകയാണെങ്കിൽ ആ കിട്ടുന്ന എമൗണ്ട് ഇറ്റ് ഈസ് ചാർജബിൾ ടു ടാക്സ്, എമൗണ്ട് ടാക്സ് അടയ്ക്കേണ്ടതാണ്. ഇതാണ് നമുക്ക് സെക്ഷൻ 45 സബ്സെക്ഷൻ 1A എന്ന് പറയുന്നത്. ഇനി ഇതിൽ തന്നെ പറയുന്നത് ഇറ്റ് ഈസ് നോട്ട് അട്രാക്റ്റഡ് ഇഫ് എൻ അസറ്റ് ഈസ് ഡിസ്ട്രോയ്ഡ് ഓർ നോ ഇൻഷുറൻസ് കോമ്പൻസേഷൻ ഈസ് റിസീവ്ഡ്. നമുക്ക് ഒരു അസറ്റ് ഡിസ്ട്രോയ് ചെയ്തിട്ടുണ്ട്, പക്ഷേ ഇൻഷുറൻസ് ക്ലെയിം ഒന്നും കിട്ടിയിട്ടില്ല. അങ്ങനെയാണെങ്കിൽ സെക്ഷൻ 45(1)(a എന്ന് പറയുന്നത് എങ്ങനെയാണ് അപ്ലിക്കബിൾ ആകുന്നത്? Such a destruction of asset shall not be treated as transfer and thus there will be no capital gains. അതായത് നമുക്ക് ഇൻഷുറൻസ് ക്ലെയിം ഒന്നും കിട്ടിയിട്ടില്ലെങ്കിൽ അതൊരിക്കലും നമുക്ക് ക്യാപിറ്റൽ ഗെയിൻ ആയിട്ട് കണക്കാക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ അതൊരു ട്രാൻസ്ഫർ ആയിട്ടും നമ്മൾ കണക്കിലെടുക്കുകയില്ല. The cost of asset destroyed shall be a capital loss which has no tax treatment. അത് ക്യാപിറ്റൽ ഗെയിൻ ആയിട്ടല്ല, ക്യാപിറ്റൽ ലോസ് ആയിട്ടാണ് എടുക്കുന്നത്. ക്യാപിറ്റൽ ലോസ് എന്ന് പറയുന്നത് ഒരിക്കലും എന്തായിട്ട് വരില്ല? ടാക്സ് ഈടാക്കേണ്ട കാര്യമില്ല. There is no tax for the capital asset destructed without any insurance claim. Okay. The capital gains shall not be taxable in the year in which the asset is destroyed, but it shall be taxable in the year in which insurance money is received or an asset is received from the insurance company. Exemption to charging section 45(1). നമുക്ക് ഡിസ്ട്രക്ഷൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഡാമേജ് എന്ന് പറയുന്നത് 2018-19 നടന്നിട്ടുണ്ട്. പക്ഷേ ഇൻഷുറൻസ് ക്ലെയിം നമുക്ക് കിട്ടിയിട്ടുള്ളത് 19-20 ഒരിക്കലും 18-19 നമ്മളത് കണക്കിലെടുക്കില്ല. ഏത് വർഷമാണോ നമുക്ക് ഇൻഷുറൻസ് ക്ലെയിം അല്ലെങ്കിൽ കോമ്പൻസേഷൻ എന്ന് പറയുന്ന ഒരു അസറ്റ് കിട്ടിയിട്ടുള്ളത് ആ വർഷമാണ് നമ്മൾ ഇൻകം ഫ്രം ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറയുന്നതായിട്ട് നമ്മൾ കണക്കിലെടുക്കുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? അതായത് എന്നാണ് ഇൻഷുറൻസ് ക്ലെയിം കിട്ടുന്നത് ആ വർഷമാണ് ഇൻകം ഫ്രം ക്യാപിറ്റൽ ഗെയിൻ ആയിട്ട് നമ്മൾ എടുക്കുക. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് നമ്മൾ എടുക്കുന്നത് സെക്ഷൻ 45(1) ഓവർ ആയിട്ടുണ്ട്. നെക്സ്റ്റ് സെക്ഷൻ എന്ന് പറയുന്നത് സെക്ഷൻ 45(2) ആണ്. ഞാൻ ആദ്യത്തെ ക്ലാസ്സിൽ സ്റ്റോക്ക് ഇൻ ട്രേഡ് എന്നുള്ളൊരു ടേം യൂസ് ചെയ്തിരുന്നു. ഇവിടെ എന്ന് പറയുന്നത് നമ്മളുടെ ആക്ച്വൽ ഒരു ക്യാപിറ്റൽ അസറ്റിനെ സ്റ്റോക്ക് ഇൻ ട്രേഡായിട്ട് കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ എങ്ങനെയാണ് കമ്പ്യൂട്ടേഷൻ ഓഫ് ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറയുന്നത് കമ്പ്യൂട്ട് ചെയ്യുക എന്നുള്ളതാണ് സെക്ഷൻ 45 സബ്സെക്ഷൻ 2 പറയുന്നത്. അതായത് ഒരു സ്റ്റോക്ക് ഇൻ ട്രേഡ് മീൻസ് എന്താണ്? അത് ഫിനിഷ്ഡ് ഗുഡ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ റോ മെറ്റീരിയൽ ആയിരിക്കാം, അല്ലെങ്കിൽ വർക്ക് ഇൻ പ്രോഗ്രസ് ആയിരിക്കാം. നമ്മൾ കച്ചവടത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സ്റ്റോക്കായിട്ട് കൺവേർട്ട് ചെയ്യാണ്. പക്ഷെ അതിൻ്റെ മുമ്പത്തെ പൊസിഷൻ എന്ന് പറയുന്നത് ചിലപ്പോൾ ക്യാപിറ്റൽ അസറ്റ് ആയിരിക്കാം. ഒരു ക്യാപിറ്റൽ അസറ്റ് പിന്നീട് സ്റ്റോക്ക് ഇൻ ട്രേഡായിട്ട് മാറ്റുകയാണെങ്കിൽ വരുന്ന റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആണ് സെക്ഷൻ 45 സബ്സെക്ഷൻ 2 എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പം നോക്കാം. സെക്ഷൻ 45 സബ്സെക്ഷൻ 2 കൺവേർഷൻ ഓഫ് ക്യാപിറ്റൽ അസറ്റ് ഇൻ ടു സ്റ്റോക്ക് ഇൻ ട്രേഡ്. ഇവിടെ പറയുന്നത് ട്രാൻസ്ഫർ ഇൻക്ലൂഡ്സ് കൺവേർഷൻ ഓഫ് ക്യാപിറ്റൽ അസറ്റ് ഇൻ ടു സ്റ്റോക്ക് ഇൻ ട്രേഡ് ഓഫ് ദ ബിസിനസ് ക്യാരിഡ് ഓൺ ബൈ ദ SSC. SSC എന്ന് പറയുന്ന ആളായിരിക്കണം ഈ ബിസിനസ് നടത്തുന്നത്. ആ ബിസിനസ് നടത്തുന്ന ആൾ അദ്ദേഹത്തിൻ്റെ ഒരു ക്യാപിറ്റൽ അസറ്റ് ആ ബിസിനസ്സിൽ തന്നെ പിന്നീട് സ്റ്റോക്ക് ഇൻ ട്രേഡായിട്ട് കൺവേർട്ട് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ സെക്ഷൻ 45 സബ്സെക്ഷൻ 2 അപ്ലിക്കബിൾ ആകുന്നുള്ളൂ.
സെക്കൻഡ് പോയിന്റ് പറയുന്നത് ക്യാപിറ്റൽ ഗെയിൻസ് ഷാൽ ബി ചാർജ്ഡ് ടു ടാക്സ് in the year in which the stock in trade is sold or transferred by the SSC. എന്നാണ് എപ്പോഴാണ് ഇതൊരു ക്യാപിറ്റൽ ഗെയിൻ ആയിട്ട് വരുന്നത്? ഇറ്റ് ഷാൽ ബി ചാർജ്ഡ് ടു ടാക്സ്. ടാക്സ് എന്ന് പറയുന്നത് ഇൻ ദ ഇയർ ഇൻ വിച്ച് ദ സ്റ്റോക്ക് ഇൻ ട്രേഡ് ഈസ് സോൾഡ്. ഈ സ്റ്റോക്ക് ഇൻ ട്രേഡ് ആക്കിയിട്ട് കൺവേർട്ട് ചെയ്തിട്ട് അത് ഏത് ഇയറാണോ വിൽക്കുന്നത് അന്നാണ് അല്ലെങ്കിൽ ആ വർഷമാണ് നമ്മൾ ക്യാപിറ്റൽ ഗെയിൻ ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നത്. ഓർ ട്രാൻസ്ഫേർഡ് ബൈ ദ SSC, അല്ലെങ്കിൽ ഈ SSC വേറൊരാൾക്ക് എന്നാണോ ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്നത് അത് സെയിലായിരിക്കാം അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു മാർഗമായിരിക്കാം. അപ്പോൾ മാത്രമേ ഏത് വർഷമാണോ അത് നടക്കുന്നത് ആ വർഷമാണ് നമ്മൾ ചാർജ്ഡ് ടു ടാക്സ് എന്ന് പറയുന്ന ഇൻകം ഫ്രം ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറയുന്ന ഒരു അണ്ടറിൽ നമ്മൾ കമ്പ്യൂട്ട് ചെയ്യുന്നുള്ളൂ. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ദ ഫെയർ മാർക്കറ്റ് വാല്യൂ ആസ് ഓൺ ദ ഡേറ്റ് ഓൺ കൺവേർഷൻ ഷാൽ ബി ഡീംഡ് ടു ബി ദ സെയിൽസ് കൺസിഡറേഷൻ. എന്നാണോ നമ്മൾ ക്യാപിറ്റൽ അസറ്റ് എന്ന് പറയുന്നത് സ്റ്റോക്ക് ഇൻ ട്രേഡ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത് ആ ദിവസത്തെ ഫെയർ മാർക്കറ്റ് വാല്യൂ ആണ് കോസ്റ്റ് ഓഫ് എക്വിസിഷനായിട്ട് അല്ലെങ്കിൽ സെയിൽസ് കൺസിഡറേഷനായിട്ട് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ സെയിൽസ് കൺസിഡറേഷൻ എന്ന് പറയുന്ന എമൗണ്ട് ഫെയർ മാർക്കറ്റ് വാല്യൂ ആണ് എടുക്കുന്നത്. എന്നത്തെ ഫെയർ മാർക്കറ്റ് വാല്യൂ ആണ് എടുക്കുന്നത്? നമ്മൾ ക്യാപിറ്റൽ അസറ്റ് എന്നാണോ സ്റ്റോക്ക് ഇൻ ട്രേഡ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത് അന്നത്തെ ഫെയർ മാർക്കറ്റ് വാല്യൂ ആണ് സെയിൽസ് കൺസിഡറേഷനായിട്ട് എടുക്കുക. സോ PGBP, ദാറ്റ് മീൻസ് ദ പ്രോഫിറ്റ് ഓർ ഗെയിൻ ഓൺ ബിസിനസ് ഓർ പ്രൊഫഷൻ. അതായത് നമ്മുടെ ബിസിനസ് പ്രോഫിറ്റ് ആയിട്ടാണ് നമ്മൾ എടുക്കുന്നത് എന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് നിങ്ങളെല്ലാവരും ഒന്ന് നോട്ട് ചെയ്യട്ടോ, പ്രോഫിറ്റ് ഓർ ഗെയിൻ ഫ്രം ബിസിനസ് ഓർ പ്രൊഫഷൻ, ദാറ്റ് മീൻസ് PGBP. അഗെയിൻ ഞാൻ പറയാം, പ്രോഫിറ്റ് ഓർ ഗെയിൻ ഫ്രം ബിസിനസ് ഓർ പ്രൊഫഷൻ ആണെങ്കിൽ നമ്മൾ എടുക്കുന്നത് സെയിൽസ് പ്രൈസ് ഓഫ് സ്റ്റോക്ക് മൈനസ് ഫെയർ മാർക്കറ്റ് വാല്യൂ ആസ് ഓൺ ദ ഡേറ്റ് ഓഫ് കൺവേർഷൻ. കൺവേർഷൻ്റെ ഡേറ്റിലെ സെയിൽസ് പ്രൈസ് മൈനസ് ഫെയർ മാർക്കറ്റ് വാല്യൂ ആണ് പ്രോഫിറ്റ് ഓർ ഗെയിൻ ഇൻ ബിസിനസ് ഓർ പ്രൊഫഷനായിട്ട് എടുക്കുക. അതേസമയം അണ്ടർ ദ ഹെഡ് ക്യാപിറ്റൽ ഗെയിൻ ആയിട്ടാണ് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ നമ്മൾ എടുക്കുന്നത് ഫെയർ മാർക്കറ്റ് വാല്യൂ ഓഫ് ദ അസറ്റ് ഓൺ ദ ഡേറ്റ് ഓഫ് കൺവേർഷൻ മൈനസ് കോസ്റ്റ് ഓഫ് എക്വിസിഷൻ. എന്നാണോ നമ്മൾ ക്യാപിറ്റൽ അസറ്റിനെ സ്റ്റോക്ക് ഇൻ ട്രേഡ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത് ആ ദിവസത്തെ ഫെയർ മാർക്കറ്റ് വാല്യൂ നോക്കിയിട്ട് അതേ മൈനസ് കോസ്റ്റ് ഓഫ് എക്വിസിഷനാണ് അണ്ടർ ദ ഹെഡ് ക്യാപിറ്റൽ ഗെയിൻ ആയിട്ട് എടുക്കുന്നത്. അപ്പോൾ സെക്ഷൻ 45 സബ്സെക്ഷൻ 2 എന്ന് പറയുന്നത് നമുക്ക് ഇൻകം ഫ്രം ക്യാപിറ്റൽ ഗെയിൻ ആയിട്ടോ അല്ലെങ്കിൽ ഇൻകം ഫ്രം ബിസിനസ് ഓർ പ്രൊഫഷനായിട്ടോ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാവുന്നതാണ്. അതിൻ്റെ കാൽക്കുലേഷനാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഞാൻ വീണ്ടും പറയാം, പ്രോഫിറ്റ് ഓർ ഗെയിൻ ഇൻ or from business or profession ആണെങ്കിൽ sales price of stock minus fair market value as on the date of conversion, or it is in the case of capital gain fair market of value of the asset on the date of conversion minus cost of acquisition. Okay, clear അല്ലേ? അപ്പോൾ അതൊന്ന് എല്ലാവരും നോട്ട്ബുക്കിൽ ഒന്ന് നോട്ട് ചെയ്യുക. ഈ പോയിന്റ് നിങ്ങളുടെ നോട്ട്ബുക്കിൽ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടില്ല. ഓക്കെ, ഇനി ഇവിടെ പറയുന്നത് ക്യാപിറ്റൽ ഗെയിൻ ഓൺ ട്രാൻസ്ഫർ ഓൺ സെക്യൂരിറ്റി ബൈ ഡിപ്പോസിറ്ററി. നമുക്ക് ഏതെങ്കിലും ഒരു ഡെപ്പോസിറ്റ് ഉണ്ടായിട്ടുണ്ട്. ആ ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത് ഒരു സെക്യൂരിറ്റിക്ക് പർപ്പസിന് വേണ്ടിയിട്ടാണ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്നത് എന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് പറയുന്നതാണ് സെക്ഷൻ 45(2)(a) എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളുടെ ഒരു സെക്യൂരിറ്റി ഡെപ്പോസിറ്റിന് വേണ്ടിയിട്ട് നമ്മളുടെ ഏതെങ്കിലും ഒരു ക്യാപിറ്റൽ അസറ്റ് നമ്മൾ പറയില്ലേ ഗ്യാരണ്ടി വെക്കുക എന്നുള്ളത്. നമ്മളൊരു ലോൺ എന്തെങ്കിലും എടുക്കുന്നുണ്ടെങ്കിൽ സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഗ്യാരണ്ടിക്ക് വേണ്ടിയിട്ട് നമ്മളുടെ ഏതെങ്കിലും ഒരു ക്യാപിറ്റൽ അസറ്റ് ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ സെക്ഷൻ 45 സബ്സെക്ഷൻ 2(a)ലാണ് അതിൻ്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നത്. അപ്പോൾ സെക്ഷൻ 45 സബ്സെക്ഷൻ 2(a) പ്രകാരം പറയുന്നത് എനി ബെനിഫിഷ്യൽ വിൽ ബി ചാർജബിൾ ടു ഇൻകം ടാക്സ് ഇഫ് ഇൻ പ്രീവിയസ് ഇയർ ഹി ഹാസ് ഹാഡ് എനി പ്രോഫിറ്റ് ഓർ ഗെയിൻസ് ബൈ വെർച്യൂ ഓഫ് ട്രാൻസ്ഫറിംഗ് ഓഫ് എനി സെക്യൂരിറ്റി ത്രൂ ഡെപ്പോസിറ്ററി ഓർ പാർട്ടിസിപ്പൻ്റ് ഓഫ് സച്ച് ബെനിഫിഷ്യൽ ഇൻട്രസ്റ്റ്. അതായത് ബെനിഫിറ്റ് കിട്ടിയത് ഏത് പ്രീവിയസ് ഇയർ ആണോ ആ വർഷമാണ് നമ്മളത് പ്രോഫിറ്റ് ഓർ ഗെയിൻ ആയിട്ട് എടുക്കുന്നത്. അവിടെ ഒരു ട്രാൻസ്ഫറിങ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ നടത്തിയിരിക്കണം അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റ് ഉണ്ടായിരിക്കണം. ഈ ട്രാൻസ്ഫറിങ് എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയിട്ടായിരിക്കണം ചെയ്തിട്ടുണ്ടായിരിക്കുന്നത്? ഒരു സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ടായിരിക്കണം ചെയ്തിട്ടുണ്ടായിരിക്കേണ്ടത്.
ത്രൂ ഡെപ്പോസിറ്ററി ഓർ പാർട്ടിസിപ്പൻ്റ് ഓഫ് സച്ച് ബെനിഫിഷ്യൽ ഇൻട്രസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കണം നമ്മൾ ഈ പൊസഷൻ അല്ലെങ്കിൽ ആ ഗുഡ്സ് എന്ന് പറയുന്നത് സെക്യൂരിറ്റി ആയിട്ട് ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അതാണ് നമ്മുടെ ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത്. അപ്പോൾ പ്രീവിയസ് ഇയറിൽ എനി ബെനിഫിറ്റ് റിസീവ്ഡ് ബൈ ദ ട്രാൻസ്ഫറിങ് ഓഫ് എനി സെക്യൂരിറ്റി ത്രൂ ദ ഡെപ്പോസിറ്ററി ഓർ ദ പാർട്ടിസിപ്പൻറ്റ് ടു ഗെറ്റ് എസ് ബെനിഫിഷ്യൽ ഇൻട്രസ്റ്റ്. അതാണ് ഫസ്റ്റ് പോയിന്റ്. സെക്കൻഡ് പോയിന്റ് എന്ന് പറയുന്നത് ഇറ്റ് ഷാൽ നോട്ട് ബി ഇൻകം ഓഫ് ദ ഡെപ്പോസിറ്ററി. അത് ഡെപ്പോസിറ്ററിയുടെ ഇൻകം ആയിരിക്കാൻ പാടില്ല. ഇറ്റ് ഷാൽ നോട്ട് ബി ദ ഇൻകം ഓഫ് ദ ഡെപ്പോസിറ്ററി. ആരാണോ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുള്ളത് അവരുടെ ഇൻകം ആവാനായിട്ട് പാടില്ല. Cost of acquisition and the period of holding of any security shall be determined on the basis of FIFO, that is first in first out. FIFO എന്ന് പറയുന്നത് നിങ്ങൾ കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ്. അതായത് ആദ്യം നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെയാണ് FIFO എന്ന് പറയുന്നത്. അതിൻ്റെ സ്റ്റോക്ക് വാല്യുവേഷൻ എന്ന് പറയുന്നതും നിങ്ങൾ കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ പഠിച്ചിട്ടുള്ളതാണ്. നമുക്കിവിടെ അതിന് അത്ര ഒരു പ്രാധാന്യമില്ല. നമ്മുടെ റൂൾ എന്ന് പറയുന്നത് FIFO മെത്തേഡാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ആൻഡ് ദ പീരീഡ് ഓഫ് ഹോൾഡിംഗ് ഓഫ് എനി സെക്യൂരിറ്റീസ് ഷാൽ ബി ഡിറ്റർമിൻഡ് ഓൺ ദ ബേസിസ് ഓഫ് ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്. അതായത് നമ്മളുടെ കയ്യിലുള്ള സ്റ്റോക്ക് എന്ന് പറയുന്നത് അല്ലെങ്കിൽ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് അല്ലെങ്കിൽ ക്യാപിറ്റൽ അസറ്റ് എന്ന് പറയുന്നത് നമ്മൾ ഉപയോഗിക്കുന്നത് ആദ്യം വന്നത് ആദ്യം പോകുന്നു. അതിൻ്റെ ബേസിസിലാണ് കോസ്റ്റ് എടുക്കുന്നതും ഹോൾഡിംഗ് പീരീഡ് എന്ന് പറയുന്നതും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഈ ഫോർത്ത് പോയിന്റ് എന്ന് പറയുന്നത് FIFO ഷാൽ ബി അപ്ലൈഡ് ഓൺലി ഇൻ റെസ്പെക്ട് ഓഫ് ദി ഡീമെറ്റീരിയൽഡ് ഹോൾഡിംഗ്സ് ആസ് ഫിസിക്കൽ ഫോം ഓഫ് ഷെയർസ് are still in possession of the investor when there is sale of dematerialized shares. ഡീമെറ്റീരിയൽഡ് ഷെയർ, മെറ്റീരിയലൈസ്ഡ് ഷെയർ ഓൾറെഡി നിങ്ങൾ അക്കൗണ്ടൻസിയിൽ പഠിച്ചിട്ടുള്ളതാണ്. അപ്പം നമ്മളത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനായിട്ട് പോകുന്നില്ല, അതിനുള്ള സമയമൊന്നും നമ്മളുടെ കയ്യിലില്ല. FIFO മെത്തേഡും മെറ്റീരിയലൈസേഷൻ ഓഫ് ദ ഷെയർ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻ്റ് എന്ന് പറയുന്നത് നിങ്ങൾ അക്കൗണ്ടൻസിയിൽ പഠിച്ചിട്ടുള്ളതാണ്. ഇവിടെ എന്ന് പറയുന്നത് FIFO ഷാൽ ബി അപ്ലൈഡ് ഓൺലി ഇൻ റെസ്പെക്ട് ഓഫ് ദി ഡീമെറ്റീരിയൽഡ് ഹോൾഡിങ്സ്. ഡീമെറ്റീരിയൽഡ് ഹോൾഡിംഗ് ആണെങ്കിലാണ് നമ്മൾ FIFO എന്ന് പറയുന്നത് അപ്ലൈ ചെയ്യുന്നത്. ആസ് ഫിസിക്കൽ ഫോം ഓഫ് ഷെയർസ് ആർ സ്റ്റിൽ ഇൻ പൊസഷൻ ഓഫ് ദ ഇൻവെസ്റ്റർ. ഇൻവെസ്റ്ററുടെ കൈവശത്തിൽ തന്നെയാണ് അതിൻ്റെ പൊസഷൻ എന്ന് പറയുന്നത്. ആ ഷെയറിൻ്റെ പൊസഷൻ എന്ന് പറയുന്നത് വേറെ ആർക്കും ഏൽപ്പിച്ചിട്ടില്ല. ആ ഇൻവെസ്റ്ററുടെ കൈവശം തന്നെയാണെങ്കിൽ മാത്രമേ വെൻ ദർ ഈസ് സെയിൽ ഓഫ് ഡീമെറ്റീരിയലൈസ്ഡ് ഷെയർ, അതായത് നമ്മളുടെ ഡീമെറ്റീരിയലൈസ്ഡ് ഷെയർ വിൽക്കുമ്പോൾ ആ ഇൻവെസ്റ്ററുടെ കയ്യിൽ തന്നെയാണ് ആ ഷെയറിൻ്റെ പൊസഷൻ എന്നുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ FIFO എന്ന് പറയുന്ന മെത്തേഡ് അപ്ലൈ ചെയ്യുന്നുള്ളൂ. Next one, FIFO shall be applied account wise in case if there are multiple depository accounts, as sale in particular account shall not be construed as sale in other accounts. FIFO എന്ന് പറയുന്നത് നെക്സ്റ്റ് പറയുന്നത് നമ്മളുടെ മൾട്ടിപ്പിൾ ഡെപ്പോസിറ്ററി അക്കൗണ്ട്സ് ഉണ്ട്. അതായത് ഒരു ഡെപ്പോസിറ്ററി അക്കൗണ്ട് അല്ല, ഒന്നിൽ കൂടുതൽ ഡെപ്പോസിറ്ററി അക്കൗണ്ട്സ് ഉണ്ട് എങ്കിൽ അപ്പോഴാണ് നമ്മൾ മൾട്ടിപ്പിൾ ഡെപ്പോസിറ്ററി അക്കൗണ്ട്സ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ FIFO എന്ന് പറയുന്ന മെത്തേഡാണ് ഉപയോഗിക്കുന്നത്. ആസ് സെയിൽ ഇൻ പർട്ടിക്കുലർ അക്കൗണ്ട് ഷാൽ നോട്ട് ബി കൺസ്ട്രൂഡ് ആസ് സെയിൽ ഇൻ അതർ അക്കൗണ്ട്സ്. ഒന്ന് വേറൊന്നിനോട് കൺസ്ട്രൂഡ് ബന്ധപ്പെടുന്നില്ല എന്നുണ്ടെങ്കിലും നമ്മളിവിടെ FIFO എന്ന് പറയുന്നത് തന്നെയാണ് മൾട്ടിപ്പിൾ ഡെപ്പോസിറ്ററി അക്കൗണ്ട്സിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. ഡേറ്റ് ഓഫ് എൻട്രി ഈസ് യൂസ്ഡ് ഫോർ ദ ബേസിസ് ഓഫ് FIFO. FIFO എന്ന് പറയുന്നത് അത് ഞാൻ ആദ്യം പറഞ്ഞിരുന്നു. അതായത് കോസ്റ്റ് ഓഫ് അക്വിസിഷനും അതുപോലെ തന്നെ ഹോൾഡിംഗ് പീരീഡ് എന്ന് പറയുന്നത് FIFO എന്ന് പറയുന്ന മെത്തേഡിൽ അപ്ലൈ ചെയ്യുന്ന പോലെ ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് എന്ന് പറയുന്ന ഒരു ബേസിസിലാണ് നമ്മൾ കമ്പ്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ FIFO എന്ന് പറയുന്നത് അപ്ലിക്കബിൾ ആകുന്നത് 3 ടൈപ്പിലാണ്. ഒന്നില്ലെങ്കിൽ നമ്മുടെ സ്റ്റോക്ക് എന്ന് പറയുന്നത് വാല്യൂ ചെയ്യുമ്പോൾ, രണ്ടാമത് ഷെയർ എന്ന് പറയുന്നത് ഡീമെറ്റീരിയലൈസ്ഡ് ഷെയർ ആണെങ്കിൽ, തേർഡ് വൺ എന്ന് പറയുന്നത് മൾട്ടിപ്പിൾ ഡെപ്പോസിറ്ററി അക്കൗണ്ട്സ് ഉണ്ടെങ്കിൽ, ഈ 3 കേസിലും നമ്മൾ അപ്ലൈ ചെയ്യുന്ന മെത്തേഡ് എന്ന് പറയുന്നത് FIFO ആണ്. ഓക്കെ, ക്ലിയർ ആയില്ലേ? നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത്, അപ്പോൾ സെക്ഷൻ 45(1) കഴിഞ്ഞു, സെക്ഷൻ 45(2) കഴിഞ്ഞിട്ടുണ്ട്. 45(2)ൽ 45(2)(a) കൂടി ഞാൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇനി പറയാൻ പോകുന്നത് സെക്ഷൻ 45 സബ് സെക്ഷൻ 3 ആണ്.
സെക്ഷൻ 45 സബ്സെക്ഷൻ 3ൽ നമ്മൾ പറയുന്നത് പാർട്ട്ണർക്കോ അല്ലെങ്കിൽ പാർട്ട്ണർഷിപ്പ് ഫേമിനോ നമ്മൾ മെമ്പർ ഓഫ് എ അസോസിയേഷൻ ഓഫ് പേഴ്സൺ ആയിരിക്കാം, അല്ലെങ്കിൽ മെമ്പർ ഓഫ് ബോഡി ഓഫ് ഇൻഡിവിജ്വൽസ് ആയിരിക്കാം, അവർക്കാണ് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്നത് എന്നുണ്ടെങ്കിൽ അതിൻ്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആണ് സെക്ഷൻ 45 സബ്സെക്ഷൻ 3ൽ പറയുന്നത്. അപ്പോൾ സെക്ഷൻ 45 സബ്സെക്ഷൻ 3ൽ പറയുന്നത് നോക്കാം. പേജ് നമ്പർ 232 തന്നെയാണ് ഈ എല്ലാ പോയിന്റ്സും ഉള്ളത്. അവിടെ വളരെ കുറച്ചേ പറഞ്ഞിട്ടുള്ളൂ. അതുകൊണ്ട് ഇന്നത്തെ സെഷൻ മാത്രം ഒരു പേജിൽ നിങ്ങളുടെ ടെക്സ്റ്റിൽ ഉണ്ടായിരിക്കുള്ളൂ. പക്ഷെ അത്രയും നിങ്ങൾ പഠിച്ചാൽ പോരാ, ഒന്നും കൂടി ഡീറ്റെയിൽ ആയിട്ട് റെഫറൻസിന് ഒരു ചാൻസ് നിങ്ങൾക്ക് ഇപ്പോൾ ലൈബ്രറി ഒന്നും യൂസ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. അല്ലാതെ ടെക്സ്റ്റിലുള്ളത് മാത്രം പഠിച്ചു കഴിഞ്ഞാൽ പോരാ. ഓക്കെ, അപ്പം നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് ലെക്ചർ നോട്ടായിട്ടോ അല്ലെങ്കിൽ ടെക്സ്റ്റിലോ നോട്ട്ബുക്കിലോ എവിടെയെങ്കിലുമൊക്കെ നോട്ട് ചെയ്ത് വെക്കാൻ നോക്കാം. ഇതും കൂടി പഠിക്കാനായിട്ട് നോക്കണം. അപ്പോൾ സെക്ഷൻ 45(3)ൽ പറയുന്നത് ട്രാൻസ്ഫർ ഓഫ് ക്യാപിറ്റൽ അസറ്റ് ബൈ പാർട്ട്ണർ ഓർ പാർട്ട്ണർഷിപ്പ് ഫേം, അതായത് മെമ്പർ ടു അസോസിയേഷൻ ഓഫ് പേഴ്സൺ. AOP മീൻസ് അസോസിയേഷൻ ഓഫ് പേഴ്സൺസ്. BOI ബോഡി ഓഫ് ഇൻഡിവിജ്വൽസ്. അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് കമ്പ്യൂട്ട് ചെയ്യുക എന്നുള്ളത്? ക്യാപിറ്റൽ ഗെയിൻ അപ്ലിക്കബിൾ ഇൻ ദ ഹാൻഡ്സ് ഓഫ് പാർട്ട്ണർ ഓർ മെമ്പർ. ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറയുന്നത് SSC എന്ന് പറയുന്നത് പാർട്ട്ണറോ അല്ലെങ്കിൽ ഒരു മെമ്പർ ഓഫ് അസോസിയേഷൻ ഓഫ് പേഴ്സണോ അല്ലെങ്കിൽ ബോഡി ഓഫ് ഇൻഡിവിജ്വൽസോ ആയിരിക്കും. അപ്പം നമ്മൾ നോക്കേണ്ടത് FVOC ഒന്ന് നോട്ട് ചെയ്തോളൂ. ഫുൾ വാല്യൂ ഓഫ് കൺസിഡറേഷൻ. ഫുൾ value of consideration, that is FVOC, that is equal to amount recorded in the books of firm. അത്ര രൂപയാണോ നമ്മുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ റെക്കോർഡ് ചെയ്തിട്ടുള്ളത്, ആ എമൗണ്ട് ആണ് ഫുൾ വാല്യൂ ഓഫ് കൺസിഡറേഷൻ ആയിട്ട് നമ്മൾ എടുക്കുന്നത്. ക്ലിയർ അല്ലേ? നോട്ട്സ്. If immovable property is transferred by partner to firm and SDV is more than amount recorded in the books of accounts, then such SDV will be or shall be treated as FVOC. Section 50C. Section 50C നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യേണ്ടതാണ്. അത് അപ്പോൾ ആ സമയത്ത് ഒന്നും കൂടി ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറയുന്നുണ്ട്. ഇവിടെ പറയുന്നത് ഇമ്മൂവബിൾ പ്രോപ്പർട്ടി ആണ്. ആ ഇമ്മൂവബിൾ പ്രോപ്പർട്ടി ആണ് ഒരു പാർട്ട്ണർ അല്ലെങ്കിൽ ഒരു മെമ്പർ ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ, ഇഫ് ഇമ്മൂവബിൾ പ്രോപ്പർട്ടി ഈസ് ട്രാൻസ്ഫർഡ് ബൈ പാർട്ട്ണർ ടു എ ഫേം ആൻഡ് SDV നമ്മുടെ സ്ട്രെയിറ്റ് ലൈൻ ഡിമിനിഷിങ് വാല്യൂ SDV ഈസ് മോർ ദാൻ റിട്ടേൺ ഡൗൺ വാല്യൂ എന്ന് പറയുന്ന പോലെ തന്നെ നമ്മളുടെ സ്ട്രെയിറ്റ് ഡൗൺ വാല്യൂ ഈസ് മോർ ദാൻ എമൗണ്ട് റെക്കോർഡഡ് ഇൻ ദ ബുക്സ് ഓഫ് അക്കൗണ്ട്സ്. നമ്മുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സിനേക്കാളും കൂടിയ ഒരു വിലയാണ് നമ്മുടെ സ്റ്റാൻഡേർഡ് റേറ്റ് എന്ന് പറയുന്നത്. ഇറ്റ് ഷാൽ ബി ട്രീറ്റഡ് ആസ് FVOC. അങ്ങനെയാണെങ്കിൽ ഇമ്മൂവബിൾ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് നമുക്കറിയാം, ഗുഡ് വില്ല്, പേറ്റൻറ്റ്, ബ്രാൻഡ് നെയിം, അതെല്ലാം കൊല്ലം വാല്യൂ ചെയ്യുന്നതാണ്. അപ്പോൾ സ്റ്റാൻഡേർഡ് റേറ്റ് എന്ന് പറയുന്നതാണ് നമ്മുടെ SDV എന്ന് പറയുന്നത്. അപ്പോൾ സ്റ്റാൻഡേർഡ് റേറ്റ് എന്ന് പറയുന്നത് കൂടുതലാണെങ്കിൽ നമ്മൾ ആ കൂടിയ വിലയാണ് എടുക്കുന്നത്. ബുക്കിൽ റെക്കോർഡ് ചെയ്തതിനേക്കാളും ഒരു ഹയസ്റ്റ് ആയിട്ടുള്ളൊരു ഫിഗറാണ് വരുന്നത് എന്നുണ്ടെങ്കിൽ ആ വിലയാണ് നമ്മൾ എന്തായിട്ട് എടുക്കുന്നത്? ഫുൾ വാല്യൂ ഓഫ് കൺസിഡറേഷൻ എന്ന് പറയുന്നത്. അത് 50C പറയുമ്പോൾ ഒന്നും കൂടി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഇനി സെക്ഷൻ 45 സബ്സെക്ഷൻ 4 എന്ന് പറയുന്നത് ട്രാൻസ്ഫർ ഓഫ് ക്യാപിറ്റൽ അസറ്റ് ബൈ ഫേം ടു പാർട്ട്ണർ, അസോസിയേഷൻ ഓഫ് പേഴ്സൺ, ബോഡി ഓഫ് ഇൻഡിവിജ്വൽസ് ടു ദ മെമ്പർ. അപ്പോൾ ആദ്യത്തെ കേസിൽ നമ്മൾ പറഞ്ഞിട്ടുള്ളത് ക്യാപിറ്റൽ ഓഫ് അസറ്റ് ബൈ പാർട്ട്ണർ. പാർട്ട്ണറാണ് ഫേമിനോ അല്ലെങ്കിൽ അസോസിയേഷൻ ഓഫ് പേഴ്സണോ അല്ലെങ്കിൽ മെമ്പർ ഓഫ് അസോസിയേഷൻ ഓഫ് പേഴ്സണോ അല്ലെങ്കിൽ ബോഡി ഓഫ് ഇൻഡിവിജ്വൽസിനോ കൊടുക്കുന്നത്. ഇവിടെ എന്ന് പറയുന്നത് ട്രാൻസ്ഫർ ചെയ്യുന്നത് ആരാണ്? ഫേം ആണ്. ട്രാൻസ്ഫർ ഓഫ് ക്യാപിറ്റൽ അസറ്റ് ബൈ ഫേം ഒന്ന് അണ്ടർലൈൻ ചെയ്തു വെക്കൂ. സെക്ഷൻ 45(3) എന്ന് പറയുന്നത് ട്രാൻസ്ഫർ ബൈ പാർട്ട്ണർ. ഇവിടെ എന്ന് പറയുന്നത് സെക്ഷൻ 45 സബ്സെക്ഷൻ 4 എന്ന് പറയുന്നത് ബൈ എ ഫേം ടു എ പാർട്ട്ണർ. സോ വ്യത്യാസമുണ്ട്. ആദ്യത്തെ കേസിൽ സെക്ഷൻ 45(3) പറഞ്ഞത് പാർട്ട്ണറാണ് ഒരു മെമ്പർ ഓഫ് അസോസിയേഷൻ ഫേമിന് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്നത് അല്ലെങ്കിൽ ഒരു ഫേമിന് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്നത്. രണ്ടാമത്തെ കേസിൽ സെക്ഷൻ 45(4) പറയുന്നത് ഒരു ഫേമാണ് ഒരു പാർട്ട്ണർക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്നത്. അതിൻ്റെ ഡിഫറൻസ് മനസ്സിലായില്ലേ? അപ്പോൾ സെക്ഷൻ 45(4) ഒരു ഫേമാണ് ഒരു മെമ്പർക്ക് അല്ലെങ്കിൽ ഒരു പാർട്ട്ണർക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്നത് എന്നുണ്ടെങ്കിൽ ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് അപ്ലിക്കബിൾ ഇൻ ദ ഹാൻഡ്സ് ഓഫ് ദി
ഫേം, അസോസിയേഷൻ ഓഫ് പേഴ്സൺ ഓർ ബോഡി ഓഫ് ഇൻഡിവിജ്വൽസ്, ബിസിനസ് അല്ലെങ്കിൽ കമ്പനി അല്ലെങ്കിൽ ഓർഗനൈസേഷൻ സ്ട്രക്ചറാണ് ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറയുന്നത് കമ്പ്യൂട്ട് ചെയ്യേണ്ടത്. ഓക്കെ, അങ്ങനെയാകുമ്പോൾ ഫുൾ വാല്യൂ ഓഫ് കൺസിഡറേഷൻ എന്ന് പറയുന്നത് ഫെയർ മാർക്കറ്റ് വാല്യൂ ആസ് ഓൺ ദ ഡേറ്റ് ഓഫ് ട്രാൻസ്ഫർ ചെയ്ത ദിവസം എത്ര രൂപയാണോ ഫെയർ മാർക്കറ്റ് വാല്യൂ എന്ന് പറയുന്നത്, ആ വാല്യൂ ആണ് നമ്മൾ എന്തായിട്ട് എടുക്കുന്നത്, ക്യാപിറ്റൽ ഗെയിൻ ആയിട്ട് എടുക്കുന്നത്. ക്ലിയർ ആയില്ലേ? അപ്പോൾ രണ്ട് ഡിഫറൻസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സെക്ഷൻ 45(3)യും സെക്ഷൻ 45(4)ൽ 45(4)ലാണെന്നുണ്ടെങ്കിൽ ഇത് ആരാണ് ടാക്സ് ചെയ്യേണ്ടത്, ടാക്സ് പെയർ എന്ന് പറയുന്നത് ആരാണ്, ബിസിനസ് ഓർഗനൈസേഷൻ അല്ലെങ്കിൽ കമ്പനി അല്ലെങ്കിൽ ഫേം ആണ്. ഫുൾ വാല്യൂ ഓഫ് കൺസിഡറേഷൻ എന്ന് പറയുന്നത് ട്രാൻസ്ഫറിങ് ഡേറ്റിലുള്ള ഫെയർ മാർക്കറ്റ് വാല്യൂ ആണ്. ക്ലിയർ ആയില്ലേ? നെക്സ്റ്റ് എന്ന് പറയുന്നത് കമ്പൾസറി അക്വിസിഷൻ ആയിരിക്കാം. സെക്ഷൻ 45(5) ആണ് പറയുന്നത്. സെക്ഷൻ 45(5)ൽ പറയുന്നത് നോർമലി ക്യാപിറ്റൽ ഗെയിൻ ഈസ് ടാക്സ്ഡ് ഇൻ ദ ഇയർ ഓഫ് ട്രാൻസ്ഫർ ബട്ട് ഇൻ കേസ് ഓഫ് കമ്പൾസറി അക്വിസിഷൻ ഓഫ് ക്യാപിറ്റൽ അസറ്റ് or capital gain will be taxable in the year in which compensation is received. അപ്പോൾ സെക്ഷൻ 45 സബ്സെക്ഷൻ 5ൽ പറയുന്നത് ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറയുന്നത് എങ്ങനെയാണ് കമ്പൾസറി അക്വിസിഷൻ ആണെങ്കിൽ. ഇപ്പം നമ്മളൊരു ഹൈപ്പോത്തിക്കേഷൻ എടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ നമ്മളൊരു ലീസിന് എടുത്തിട്ടുണ്ട്, അതിൽ പറയുന്ന ടേംസ് ആൻഡ് കണ്ടീഷൻസ് നമ്മൾ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ നമ്മളൊരു കോൺട്രാക്റ്റ് എൻ്റർ ചെയ്തിട്ടുള്ളത് വയലേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആണ് കമ്പൾസറി അക്വിസിഷൻ വരുന്നത്. ഡീഫോൾട്ട് വരുമ്പോൾ നിയമപരമായിട്ട് അവർക്ക് അക്വയർ ചെയ്ത് തിരിച്ചു കൊണ്ടുപോകാവുന്നതാണ്. അപ്പോൾ ഒരു കമ്പൾസറി അക്വിസിഷൻ ആണെങ്കിൽ ആ കിട്ടുന്ന ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറയുന്നതാണ് സെക്ഷൻ 45 സബ്സെക്ഷൻ 5ൽ നമ്മളോട് ഡിസ്കസ് ചെയ്യുന്നത്. അവിടെ പറയുന്നത് നോർമലി ക്യാപിറ്റൽ ഗെയിൻ ഈസ് ടാക്സ്ഡ് ഇൻ ദ ഇയർ ഓഫ് ട്രാൻസ്ഫർ ബട്ട് ഇൻ ദ കേസ് ഓഫ് കമ്പൾസറി അക്വിസിഷൻ ഓഫ് ക്യാപിറ്റൽ അസറ്റ് ക്യാപിറ്റൽ ഗെയിൻ വിൽ ബി ടാക്സബിൾ ഇൻ ദ ഇയർ ഇൻ വിച്ച് കോമ്പൻസേഷൻ ഈസ് റിസീവ്ഡ്. കമ്പൾസറി അക്വിസിഷൻ ആണെങ്കിൽ എന്നാണോ കോമ്പൻസേഷൻ കിട്ടുന്നത് ആ വർഷമാണ് നമ്മൾ ക്യാപിറ്റൽ ഗെയിൻ ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഞാനൊരു ടേബിൾ വരച്ചിട്ടുണ്ട്. ഇനീഷ്യൽ കോമ്പൻസേഷനും എൻഹാൻസ്ഡ് കോമ്പൻസേഷനും. അതായത് നമുക്ക് കോമ്പൻസേഷൻ എന്ന് പറയുന്നത് ഫുൾ എമൗണ്ട് ഒറ്റയടിക്ക് കിട്ടണമെന്ന് നിർബന്ധമില്ല. അത് ചിലപ്പോൾ ഇൻസ്റ്റാൾമെൻറ്റ് വൈസ് ആയിട്ടായിരിക്കും കിട്ടുക. അപ്പോൾ ആദ്യത്തെ ഇൻസ്റ്റാൾമെൻറ്റിനെ നമ്മൾ ഇനീഷ്യൽ കോമ്പൻസേഷൻ എന്നും പിന്നീട് കിട്ടുന്ന കോമ്പൻസേഷനെ എൻഹാൻസ്ഡ് കോമ്പൻസേഷൻ എന്നായിട്ടാണ് ഞാൻ ഇവിടെ ഡിനോട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ രണ്ട് കാറ്റഗറി ഉണ്ട് കമ്പൾസറി അക്വിസിഷനിൽ, ഇനീഷ്യൽ കോമ്പൻസേഷനും എൻഹാൻസ്ഡ് കോമ്പൻസേഷനും. ഇനീഷ്യൽ കോമ്പൻസേഷൻ ആണെങ്കിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഫുൾ വാല്യൂ ഓഫ് കൺസിഡറേഷൻ എന്ന് പറയുന്നതിൽ COA ദാറ്റ് ഈസ് കോസ്റ്റ് ഓഫ് എക്വിസിഷൻ അല്ലെങ്കിൽ ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് എക്വിസിഷൻ, അതായത് ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ ആണെങ്കിൽ കോസ്റ്റ് ഓഫ് എക്വിസിഷനും അതേസമയം ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ആണെങ്കിൽ ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് എക്വിസിഷനും ഡിഡക്റ്റ് ചെയ്യണം. അതുപോലെ തന്നെ ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ ആണെങ്കിൽ കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെൻറ്റ് COI മീൻസ് കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെൻറ്റ്, ICOI ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെൻറ്റ്. ഇതിൽ ഏതാണോ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ആണെങ്കിൽ ICOI ആയിരിക്കും, അതേസമയം ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ ആണെങ്കിൽ COI കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെൻ്റ് ആയിരിക്കും. ഈ രണ്ട് എമൗണ്ടും നമ്മുടെ ഫുൾ വാല്യൂ ഓഫ് കൺസിഡറേഷനിൽ നിന്ന് നമ്മൾ ഡിഡക്റ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ കിട്ടുന്നതാണ് ഐദർ ദ ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ ഓർ ദ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ. ഓക്കെ, ഇനി എൻഹാൻസ്ഡ് കോമ്പൻസേഷൻ ആണെങ്കിൽ ഫുൾ വാല്യൂ ഓഫ് കൺസിഡറേഷനിൽ നിന്ന് നമ്മൾ ഡിഡക്റ്റ് ചെയ്യേണ്ട എമൗണ്ട് എന്ന് പറയുന്നത് ലിറ്റിഗേഷൻ എക്സ്പെൻസസ്. നമുക്ക് പ്രോബ്ലത്തിൽ തന്നിട്ടുണ്ടായിരിക്കും എത്രത്തോളം ഉണ്ട് ലിറ്റിഗേഷൻ എക്സ്പെൻസസ് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ കോമ്പൻസേഷനെ എൻഹാൻസ് ചെയ്ത് കാണിക്കുമ്പോൾ എത്ര രൂപയാണോ ലിറ്റിഗേറ്റഡ് എമൗണ്ട് ആയിട്ട് കിട്ടുന്നത് ആ എമൗണ്ടാണ് നമ്മൾ കുറയ്ക്കുന്നത്. ഓക്കെ, അപ്പോൾ ഫുൾ വാല്യൂ ഓഫ് കൺസിഡറേഷൻ എത്രയോ ആയിക്കോട്ടെ, അതിൽ നിന്ന് ലിറ്റിഗേഷൻ എക്സ്പെൻസസ് മാത്രം ഡിഡക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന എമൗണ്ടിനെ നമ്മൾ ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ ആയിട്ടോ അല്ലെങ്കിൽ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ആയിട്ടോ പറയുന്നു. ഇതിന് ഞാൻ വീണ്ടും ഒന്നും കൂടിയും എക്സ്പ്ലെയിൻ ചെയ്യാണ്. അതായത് ഇനീഷ്യൽ കോമ്പൻസേഷൻ എന്ന് പറയുന്നതും എൻഹാൻസ്ഡ് കോമ്പൻസേഷൻ എന്ന് പറയുന്നതും നേരത്തെ എങ്ങനെയാണ് വാല്യൂ ചെയ്യുക എന്നുള്ളതാണ് നേരത്തെ പറഞ്ഞിട്ടുള്ളത്. ഇനി ഇവിടെ പറയുന്നത് കമ്പൽസറി അക്വിസിഷൻ എന്ന് പറയുന്നത് ഇഫ് കോമ്പൻസേഷൻ റിസീവ്ഡ് ഇൻ ഇൻസ്റ്റാൾമെൻറ്റ്, ലംസം കിട്ടിയിട്ടുണ്ടെങ്കിൽ ഈ ഒരു കാര്യം നമുക്ക് ഇഗ്നോർ ചെയ്യാവുന്നതാണ്. അതേസമയം ഇൻസ്റ്റാൾമെൻറ്റ് ബേസിസിൽ കിട്ടുമ്പോൾ മാത്രമാണ് ഇനീഷ്യൽ കോമ്പൻസേഷനും എൻഹാൻസ്ഡ് കോമ്പൻസേഷനും വരുന്നത്.
അപ്പോൾ ഇനീഷ്യൽ കോമ്പൻസേഷൻ എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി ടാക്സബിൾ ഇൻ ദ ഇയർ ഇൻ വിച്ച് ഫസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ് റിസീവ്ഡ്. എന്നാണോ ഫസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ് കിട്ടുന്നത് ആ വർഷമായിരിക്കും ഇനീഷ്യൽ കൺസിഡറേഷൻ ആണെങ്കിൽ, ഇനീഷ്യൽ കോമ്പൻസേഷൻ ആണെങ്കിൽ നമ്മൾ ടാക്സബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതേസമയം എൻഹാൻസ്ഡ് കോമ്പൻസേഷൻ ആണെങ്കിൽ ഇറ്റ് വിൽ ബി ടാക്സബിൾ ആസ് ആൻഡ് വെൻ റിസീവ്ഡ്. എപ്പോഴൊക്കെ കിട്ടുന്നോ അപ്പോഴൊക്കെ ടാക്സബിളായിട്ട് കാൽക്കുലേറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഡിഫറൻസ് മനസ്സിലായില്ലേ? അതായത് കമ്പൽസറി കോമ്പൻസേഷനാണ് ഇൻസ്റ്റാൾമെൻറ്റ് ബേസിസിലാണ് കിട്ടുന്നത് എന്നുണ്ടെങ്കിൽ അതിനെ രണ്ടായിട്ട് തരംതിരിക്കണം. ഇനീഷ്യൽ കോമ്പൻസേഷനും അതുപോലെ തന്നെ എൻഹാൻസ്ഡ് കോമ്പൻസേഷനും. ഇനീഷ്യൽ കോമ്പൻസേഷൻ ആണെങ്കിൽ ഏത് വർഷമാണോ ആദ്യം കിട്ടുന്നത് ആ വർഷം നമ്മൾ കമ്പ്യൂട്ട് ചെയ്യും. അതേസമയം എൻഹാൻസ്ഡ് കോമ്പൻസേഷൻ ആണ് എന്നുണ്ടെങ്കിൽ അത് നമ്മൾ കമ്പ്യൂട്ട് ചെയ്യുന്നത് എപ്പോഴൊക്കെ കിട്ടുന്നുണ്ടോ അപ്പോഴൊക്കെ നമ്മൾ അത് ടാക്സബിലിറ്റി ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ്. ഇനി ഇവിടെ പറയുന്നത് ഇഫ് എനി എൻഹാൻസ്ഡ് കോമ്പൻസേഷൻ റിസീവ്ഡ് ഡ്യൂ ടു ഇൻറ്ററിം ഓർഡർ ഓഫ് കോർട്ട് ദെൻ സച്ച് കോമ്പൻസേഷൻ ഷാൽ നോട്ട് ബി ടാക്സബിൾ ഇൻ ദ ഇയർ ഓഫ് റെസിറ്റ് ബട്ട് ഷാൽ ബി ടാക്സബിൾ ഇൻ ദ ഇയർ ഇൻ വിച്ച് ഫൈനൽ ഓർഡർ ഈസ് പാസ്ഡ് ബൈ ദ കോർട്ട് ഓർ അതർ അതോറിറ്റി. ഇനി ഒരു കോർട്ട് ഓർഡർ കിട്ടിയിട്ടാണ് നമുക്ക് ഈ കോമ്പൻസേഷൻ കിട്ടുന്നത് എന്നുണ്ടെങ്കിൽ അതും എൻഹാൻസ്ഡ് കോമ്പൻസേഷൻ എന്ന് പറയുന്നത് ഇൻറ്ററിം ഓർഡർ ആയിരിക്കാം. ചിലപ്പോൾ ഹൈക്കോർട്ടിൽ നിന്ന് കിട്ടുന്നുണ്ടായിരിക്കും, അവർ അത് സുപ്രീം കോർട്ടിൽ പോകുന്നുണ്ടായിരിക്കാം. അപ്പോൾ നമ്മുടെ ഈ ഒരു ഇൻറ്ററിം ഓർഡർ പ്രകാരം ഒരു കോടതി വിധി പ്രകാരമാണ് നമുക്ക് എൻഹാൻസ്ഡ് കോമ്പൻസേഷൻ കിട്ടുന്നത് എന്നുണ്ടെങ്കിൽ ദെൻ സച്ച് കോമ്പൻസേഷൻ ഷാൽ നോട്ട് ബി ടാക്സബിൾ ഇൻ ദ ഇയർ ഓഫ് റെസിറ്റ്. നമുക്ക് കിട്ടിയ വർഷം നമുക്ക് ടാക്സബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യേണ്ട കാര്യമില്ല. നമ്മുടെ ഫൈനൽ ഓർഡർ വന്നതിന് ശേഷം മാത്രം ഇറ്റ് ഷാൽ ബി ടാക്സബിൾ ഇൻ ദ ഇയർ വിച്ച് ഫൈനൽ ഓർഡർ ഈസ് പാസ്ഡ് ബൈ ദ കോർട്ട് ഓർ അതർ അതോറിറ്റി. കോർട്ട് ഓർഡർ ഫൈനൽ ഓർഡർ കിട്ടിയത് ഏത് വർഷമാണോ ആ വർഷം മാത്രമേ ടാക്സബിലിറ്റി എന്ന് പറയുന്നത് കമ്പ്യൂട്ട് ചെയ്യുന്നുള്ളൂ. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് എനി ഇൻട്രസ്റ്റ് റിസീവ്ഡ് ഓൺ ദ ലേറ്റ് കോമ്പൻസേഷൻ ഷാൽ ബി ടാക്സബിൾ അണ്ടർ IFOS, അതായത് ഇൻകം ഫ്രം അതർ സോഴ്സ്. ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക. IFOS മീൻസ് ഇൻകം ഫ്രം അതർ സോഴ്സ് in the year of receipt and 50% deduction is allowed under section 57. ഓക്കെ, അപ്പോൾ ഈ ലേറ്റായിട്ട് കോമ്പൻസേഷൻ കിട്ടിയിട്ടുള്ളതിന് ചിലപ്പോൾ പലിശയും കൂടിയും കോടതി വിധിക്കാം. അതായത് എമൗണ്ട് പ്ലസ് ഇൻട്രസ്റ്റ്. ആ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് ഒരിക്കലും ഇൻകം ഫ്രം ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറയുന്ന ഹെഡിൻ്റെ അണ്ടറിൽ വരില്ല. ആ പലിശ കിട്ടിയിട്ടുള്ളത് ഏതിൻ്റെ അണ്ടറിലാണ് വരുന്നത്? ഇൻകം ഫ്രം അതർ സോഴ്സ് എന്ന് പറയുന്ന ഒരു ഹെഡിൻ്റെ അടിയിലാണ് വരുന്നത്. അതുപോലെ തന്നെ അതിന് 50% ഡിഡക്ഷൻ അണ്ടർ സെക്ഷൻ 57 ഉണ്ട്. ഓക്കെ, അത് നമ്മൾ ഇൻകം ഫ്രം അതർ സോഴ്സ് എന്ന് പറയുന്ന ചാപ്റ്റർ പഠിക്കുമ്പോൾ ഒന്നും കൂടി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. If compensation is reduced by any court or authority, then rectification has to be made to give effect to the same. That is section 155. നമ്മളിപ്പോൾ ഒരു ഇൻറ്ററിം ഓർഡർ കിട്ടിയത് പ്രകാരം എൻഹാൻസ്ഡ് കോമ്പൻസേഷൻ അക്കൗണ്ട് ചെയ്തു. നമ്മൾ പക്ഷേ ടാക്സ് ഒന്നും കമ്പ്യൂട്ട് ചെയ്യണില്ല, അത് ചെയ്യരുതെന്ന് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അതായത് ഫൈനൽ ഓർഡർ കിട്ടുന്നത് വരെ ടാക്സ് കൊടുക്കേണ്ട കാര്യമില്ല. പക്ഷേ നമ്മൾ ബുക്കിൽ ചിലപ്പോൾ എൻഹാൻസ്ഡ് കോമ്പൻസേഷൻ എന്ന് പറയുന്നത് റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരിക്കാം. അപ്പോൾ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അത് കോമ്പൻസേഷൻ ഈസ് റെഡ്യൂസ്ഡ് ബൈ എനി കോർട്ട്. ഇപ്പോൾ ഹൈക്കോർട്ടിൽ പറഞ്ഞു, അത് കഴിഞ്ഞ് സുപ്രീം കോർട്ടിൽ പോയി, അവിടെ നിന്ന് കോമ്പൻസേഷൻ കുറവുള്ളൊരു എമൗണ്ട് ആണ് ഫൈനൽ ഓർഡറിൽ വിധിച്ചിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ ദെൻ റെക്ടിഫിക്കേഷൻ ഹാസ് ടു ബി മെയ്ഡ് ടു ഗിവ് ഇഫക്റ്റ് ടു ദ സെയിം. അതിനുള്ള റെക്ടിഫിക്കേഷൻ നമ്മൾ എന്താണോ റൂള് ചെയ്യേണ്ടത്, എങ്ങനെയാണോ അത് റെക്ടിഫിക്കേഷൻ നമ്മൾ ചെയ്യേണ്ടത്, റെക്ടിഫൈ ചെയ്യേണ്ടത്, അത് നമ്മൾ ചെയ്തിരിക്കണം. ഓക്കെ, നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് സെക്ഷൻ 45 സബ്സെക്ഷൻ 5 എന്ന് പറയുന്നതാണ്. അതായത് കമ്പൽസറി എക്വിസിഷൻ ആണെങ്കിൽ ക്യാപിറ്റൽ ഗെയിൻസ് ഇൻ കേസ് ഓഫ് കമ്പൽസറി എക്വിസിഷൻ ഓഫ് എൻ അസറ്റ്, സെക്ഷൻ 45 സബ്സെക്ഷൻ 5 എന്ന് പറയുന്നത് അതിൻ്റെ ഒരു അപ്ലിക്കബിലിറ്റി അതുപോലെ തന്നെ ചാർജബിലിറ്റിനെ കുറിച്ചിട്ടാണ് ഈ സ്ലൈഡിൽ ഞാൻ നോട്ട് ചെയ്തിട്ടുള്ളത്. അതായത് ക്യാപിറ്റൽ ഗെയിൻസ് ഇൻ കേസ് ഓഫ് കമ്പൽസറി അക്വിസിഷൻ ഓഫ് എൻ അസറ്റ് സെക്ഷൻ 45 സബ്സെക്ഷൻ 5 എന്ന് പറയുന്നതാണെങ്കിൽ അപ്ലിക്കബിലിറ്റിയുടെ കേസ് ആദ്യം നോക്കാം. അപ്ലിക്കബിലിറ്റി എന്ന് പറയുന്നത് ട്രാൻസ്ഫർ ഓഫ് ക്യാപിറ്റൽ അസറ്റ് ബൈ വേ ഓഫ് കമ്പൽസറി അക്വിസിഷൻ അണ്ടർ എനി ലോ. ഏതെങ്കിലും ഒരു ലീഗലായിട്ടുള്ള ഒരു അക്വിസിഷൻ ആണെങ്കിൽ മാത്രമേ അത് നമുക്ക് അപ്ലിക്കബിൾ ആകുന്നുള്ളൂ. അല്ലാതെ കുറേ ഗുണ്ടകളെ വെച്ച് നമ്മളത് അക്വയർ ചെയ്ത് നിർബന്ധമായിട്ട് എടുത്തിട്ട് വന്നു കഴിഞ്ഞാൽ ഒരിക്കലും അത് ലീഗലായിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റില്ല.
അപ്പോൾ ഇല്ലീഗൽ ആക്ടിവിറ്റി മൂലമാണ് കമ്പൽസറി എക്വിസിഷൻ വന്നിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ നമുക്കൊരിക്കലും അത് ഇൻകം ഫ്രം ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറയുന്നതിൽ എടുക്കാനായിട്ട് സാധിക്കില്ല. അപ്പോൾ ലീഗലായിട്ടുള്ളൊരു ലീഗൽ ലോഫുള്ളാണ്, ലീഗൽ പിന്തുണയുള്ളത് വെച്ചുകൊണ്ട് നമുക്ക് ലീഗലായിട്ട് കമ്പൽസറി എക്വിസിഷൻ വന്നിട്ടുണ്ടെങ്കിൽ മാത്രമേ ഈ സെക്ഷൻ 45 സബ്സെക്ഷൻ 5 എന്ന് പറയുന്നത് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അതുപോലെ തന്നെ ക്യാപിറ്റൽ അസറ്റ് ഈസ് ട്രാൻസ്ഫേർഡ് നോട്ട് ബൈ വേ ഓഫ് കമ്പൽസറി അക്വിസിഷൻ ആൻഡ് കൺസിഡറേഷൻ ഈസ് അപ്രൂവ്ഡ് ഓർ ഡിറ്റർമിൻഡ് ബൈ ദ സെൻട്രൽ ഗവൺമെൻറ് ഓർ RBI. പിന്നെ എന്ത് ചെയ്തിരിക്കണം? സെൻട്രൽ ഗവൺമെൻറ് അല്ലെങ്കിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഈ കിട്ടിയിരിക്കുന്ന കൺസിഡറേഷൻ എന്ന് പറയുന്നത് അപ്രൂവ് ചെയ്തിരിക്കണം. അതായത് നമുക്കൊരു ക്യാപിറ്റൽ അസറ്റ് കമ്പൽസറി അക്വിസിഷൻ മൂലം ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ള ഗെയിൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ കൺസിഡറേഷൻ എന്ന് പറയുന്നത് സെൻട്രൽ ഗവൺമെൻറ് അല്ലെങ്കിൽ റിസർവ് ബാങ്ക് അപ്രൂവലോട് കൂടി കിട്ടിയിട്ടുള്ള ഒരു എമൗണ്ട് ആണെങ്കിൽ മാത്രമേ സെക്ഷൻ 45 സബ്സെക്ഷൻ 5 എന്ന് പറയുന്നത് നമുക്ക് അപ്ലിക്കബിൾ ആകുന്നുള്ളൂ. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ചാർജബിലിറ്റി ആണ്. ഇവിടെ ചാർജബിലിറ്റി എന്ന് പറയുന്നത് ഇനീഷ്യൽ കോമ്പൻസേഷൻ ഈസ് ഫുൾ വാല്യൂ ഓഫ് കൺസിഡറേഷൻ. ഇനീഷ്യൽ വാല്യൂ ആണെങ്കിൽ ഫുൾ വാല്യൂ നമ്മൾ കൺസിഡറേഷൻ എമൗണ്ട് ആയിട്ട് എടുക്കുന്നതാണ്. ചാർജ്ഡ് ഇൻ ദ ഇയർ ഇൻ വിച്ച് ഫസ്റ്റ് ഇനീഷ്യൽ കോമ്പൻസേഷൻ ഈസ് റിസീവ്ഡ്. എന്നാണോ ആദ്യത്തെ ഇൻസ്റ്റാൾമെൻറ്റ് നമുക്ക് കിട്ടുന്നത് ആ ഡേറ്റിൽ തന്നെ അല്ലെങ്കിൽ ആ വർഷം തന്നെ നമ്മളത് ടാക്സബിലിറ്റി എന്ന് പറയുന്നത് കൺസിഡർ ചെയ്യണം. അതേസമയം എൻഹാൻസ്ഡ് കോമ്പൻസേഷൻ ആണെങ്കിൽ ടാക്സബിൾ ഇൻ ദ ഇയർ ഇൻ വിച്ച് ഇറ്റ് ഈസ് റിസീവ്ഡ് ബൈ ദ SSC. എപ്പോഴൊക്കെ എൻഹാൻസ്ഡ് കോമ്പൻസേഷൻ SSCക്ക് കിട്ടുന്നുണ്ടോ അപ്പോഴൊക്കെ നമ്മൾ ടാക്സബിലിറ്റി എന്ന് പറയുന്നത് കാൽക്കുലേറ്റ് ചെയ്യേണ്ടതാണ്. Nature of capital gains shall be the same as the nature of capital gain which reference to the original compensation. അതായത് ഈ ക്യാപിറ്റൽ ഗെയിൻ്റെ നേച്ചർ എന്ന് പറയുന്നത് ഇറ്റ് ഷാൾ ബി ദ സെയിം ആസ് ദ നേച്ചർ ഓഫ് ക്യാപിറ്റൽ ഗെയിൻ വിത്ത് റെഫറൻസ് ടു ദ ഒറിജിനൽ കോമ്പൻസേഷൻ. എൻഹാൻസ്ഡ് കോമ്പൻസേഷൻ ആണെങ്കിലും അതിൻ്റെ ക്യാരക്ടർ എന്ന് പറയുന്നത് അതിൻ്റെ ഫേസ് എന്ന് പറയുന്നത് എങ്ങനെയുള്ളതായിരിക്കണം? നേച്ചർ ഓഫ് ക്യാപിറ്റൽ ഗെയിൻ്റെ രൂപം തന്നെയായിരിക്കണം, ഭാവം തന്നെയായിരിക്കണം. അതായത് ഒറിജിനൽ കോമ്പൻസേഷന് തുല്യമായിരിക്കണം. വാല്യൂ എന്ന് പറയുന്നത് കോസ്റ്റ് ഓഫ് എക്വിസിഷൻ എന്ന് പറയുന്നത് നില്ലായിരിക്കും. അതായത് നമുക്കൊന്നും എക്വിസിഷൻ എമൗണ്ട് ആയിട്ട് ട്രീറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. ഇതാണ് നമ്മുടെ അപ്ലിക്കബിലിറ്റി ആൻഡ് ചാർജബിലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ അപ്ലിക്കബിൾ ആകണം എന്നുണ്ടെങ്കിൽ ലീഗലായിട്ടുള്ളൊരു ട്രാൻസ്ഫർ നടന്നിരിക്കണം, അല്ലെങ്കിൽ ലീഗലായിട്ടുള്ള ഒരു കമ്പൽസറി എക്വിസിഷൻ നടന്നിരിക്കണം. അതുപോലെ കിട്ടിയിരിക്കുന്ന കൺസിഡറേഷൻ എന്ന് പറയുന്നത് റിസർവ് ബാങ്ക് അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ് അപ്രൂവ് ചെയ്തിരിക്കണം. ചാർജബിലിറ്റി എന്ന് പറയുന്നത് ഇനീഷ്യൽ കോമ്പൻസേഷൻ ഉണ്ടായിരിക്കാം, എൻഹാൻസ്ഡ് കോമ്പൻസേഷൻ ഉണ്ടായിരിക്കാം. ഇനീഷ്യൽ കോമ്പൻസേഷൻ എന്ന് പറയുന്നത് നമുക്ക് ഫുൾ വാല്യൂ കൺസിഡർ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഫസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ് കിട്ടുമ്പോൾ തന്നെ നമുക്കത് കൺസിഡർ ചെയ്യാം. എൻഹാൻസ്ഡ് കോമ്പൻസേഷൻ ആണെങ്കിൽ എപ്പോഴൊക്കെയാണ് കിട്ടുന്നത് അപ്പോഴൊക്കെ നമ്മൾ ടാക്സബിലിറ്റി കൺസിഡർ ചെയ്യണം. അതുപോലെ അതിൻ്റെ നേച്ചർ എന്ന് പറയുന്നത് ഓർഡിനറി കോമ്പൻസേഷന് തുല്യമായിരിക്കണം. അതിൻ്റെ കാൽക്കുലേഷൻ എന്ന് പറയുന്നത് കോസ്റ്റ് ഓഫ് എക്വിസിഷൻ എന്ന് പറയുന്നത് നമ്മൾ നില്ലായിട്ടാണ് എടുക്കുന്നത്. ഏത് വർഷമാണോ നമുക്ക് കിട്ടുന്നത് ആ വർഷം തന്നെ എൻഹാൻസ്ഡ് കോമ്പൻസേഷൻ നമ്മൾ ടാക്സബിലിറ്റി എന്ന് പറയുന്നതിൽ ഇൻക്ലൂഡ് ചെയ്യണം. ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഞാൻ വൈൻഡപ്പ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഇന്നത്തെ ക്ലാസ്സിൻ്റെ സമ്മറി പറയാനായിട്ട് ഉദ്ദേശിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൻ്റെ സമ്മറി എന്ന് പറയുന്നത് ഞാൻ ആദ്യം തന്നെ പറഞ്ഞത് പ്രയർ ഓണറിനെ പറ്റിയിട്ടാണ്. അതായത് ഒരു വിൽപത്രം മൂലമോ ഗിഫ്റ്റായിട്ടോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ബേസിസിൽ നമുക്ക് ഒരു പ്രീവിയസ് ഓണറുടെ കയ്യിൽ നിന്ന് വിത്തൗട്ട് എനി കൺസിഡറേഷൻ നമ്മളിൽ വന്നു ചേരുകയാണെങ്കിൽ SSCക്ക് അല്ലെങ്കിൽ ടാക്സ് പേയർക്ക് വന്നു ചേരുകയാണെങ്കിൽ എങ്ങനെയാണ് കമ്പ്യൂട്ട് ചെയ്യുക എന്നുള്ളത് നമ്മൾ ആദ്യം നോക്കി. പിന്നീട് പറഞ്ഞിട്ടുള്ളത് സ്പെഷ്യൽ കേസസ് റിലേറ്റഡ് ടു സെക്ഷൻ 45 ആണ്. ഇന്നത്തെ ക്ലാസ്സിൽ 5 ക്ലോസ് ആണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. സെക്ഷൻ 45(1) എന്ന് പറയുന്നത്, സെക്ഷൻ 45(2) എന്ന് പറയുന്നത്, സെക്ഷൻ 45(3) എന്ന് പറയുന്നത്, സെക്ഷൻ 45(4) എന്ന് പറയുന്നത്, സെക്ഷൻ 45(5) എന്ന് പറയുന്നത്. ഈ 5 തരത്തിലുള്ള ട്രാൻസ്ഫറിനോട് റിലേറ്റഡ് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ ദാറ്റ് ഈസ് റിലേറ്റഡ് ടു ദ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പറഞ്ഞു. ഇൻകം ഫ്രം ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറയുന്നത് കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ എങ്ങനെയൊക്കെയാണ് കമ്പ്യൂട്ട് ചെയ്യുക എന്നുള്ളതും പഠിച്ചിട്ടുണ്ട്. അപ്പം നിങ്ങളുടെ ടെക്സ്റ്റിൽ വളരെ കുറച്ച്, അതായത് ഒരു പേജ്, ഒരു പുറം മാത്രമേ നിങ്ങളുടെ ടെക്സ്റ്റിലുള്ളൂ. പക്ഷേ എനിക്ക് ഇന്നിപ്പോൾ ഒരു 50-55 മിനിറ്റ്സിൻ്റെ ക്ലാസ് എടുക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അത്രയും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞത് മിസ്സ് പറഞ്ഞതൊന്നും ടെക്സ്റ്റിൽ കാണാനില്ലല്ലോ എന്ന് പരാതി പറയരുത്.
ആവറേജ് സ്റ്റുഡൻറ്റ്, ബിലോ ആവറേജ് സ്റ്റുഡൻസിനുള്ളത് മാത്രമേ ടെക്സ്റ്റിലുള്ളൂ. ഇറ്റ് ഈസ് ഓൺലി എ ഗൈഡ്. അപ്പോൾ കൂടുതലായിട്ട് അതിനെക്കുറിച്ച് അറിയണമെന്നുള്ളവർ ലെക്ചർ നോട്ട് എഴുതിയെടുക്കണം. നോട്ട് എഴുതിയെടുത്ത് പഠിക്കാനായിട്ട് നോക്കാം. ഓക്കെ, അപ്പോൾ ഇത് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലായാൽ മാത്രമേ പ്രോബ്ലം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത് ആ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എന്ന് പറയുന്നത് അപ്ലിക്കബിൾ ആകുന്നുള്ളൂ. അപ്പോൾ ഇന്നത്തെ ക്ലാസ് കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടത് ലെക്ചർ നോട്ട് എഴുതിയെടുക്കണം. നോട്ട് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നോട്ട് പകർത്തി എഴുതിയെടുക്കാനായിട്ട് നോക്കുക. ടെക്സ്റ്റിലുള്ളതും ഈ നോട്ടിലുള്ളതും നിങ്ങൾ വായിച്ച് മനസ്സിലാക്കിയിട്ട് വേണം അടുത്ത ക്ലാസ്സിൽ എൻ്റെ ക്ലാസ് കേൾക്കാനായിട്ട് വരാൻ. ഓക്കെ, ക്ലിയർ അല്ലേ? ഓക്കെ, എല്ലാവരും ചെയ്യുമല്ലോ. തിയറി വായിച്ച് പഠിക്കണം, നിർബന്ധമായിട്ട് വായിച്ച് പഠിക്കണം. പ്രോബ്ലം മാത്രം ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കൊന്നും മനസ്സിലാവില്ല. പ്രോബ്ലം ചെയ്യുമ്പോൾ നിങ്ങൾ ഓരോന്നും അപ്ലൈ ചെയ്യുന്നത് തിയറിയാണ്. ഓക്കെ, അപ്പോൾ ഞാൻ ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ്. എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് പേഴ്സണലായിട്ട് കോൺടാക്റ്റ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ഇൻട്രാക്ഷൻ്റെ സമയത്ത് ഗ്രൂപ്പിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് നോക്കാം. ഓക്കെ, താങ്ക് യു.